السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على المبعوث رحمة للعالمين نبينا محمد بن عبد الله وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും അള്ളാഹുവിന് ഇഷ്ടവും പൊരുത്തവും ഉള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഠിനമായി പരിശ്രമിക്കണം, അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, ഈമാൻ കിട്ടി മരിക്കാൻ, സ്വർഗത്തിൽ ആദ്യ അവസരത്തിൽ തന്നെ പ്രവേശനം സിദ്ധിക്കാൻ എല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കലാമ് കേൾക്കാനും പറയാനും അറിയാനൊക്കെയുള്ള ഈ ഒരു കൂടിയിരുത്തം മഖബൂലും മബ്റൂറുമായ ഒരു അമലായി മീസാനിൽ കനം തൂങ്ങുന്ന ഒരു വിഭവമായി റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ആദിയാത്താണ് പഠിച്ചത്, അല്ലേ? ഇന്ന് ഇൻഷാ അല്ലാഹ് അതിനുശേഷമുള്ള സൂറത്തു സൽസലയാണ് നമ്മൾ അറിയാൻ വേണ്ടി പരിശ്രമിക്കണേ. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരാനും അത് ഉൾക്കൊള്ളാനൊക്കെയുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായിരുന്നാലും സൂറത്തിലെ ആമുഖത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. സൂറത്തു സൽസല എന്ന് പറയുന്നത് സൂറത്തു മദനിയാണ്. മദനിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഹിജറക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. 8 ആയത്തുകളാണ് മൊത്തം അതിലുള്ളത്. 8 ആയത്ത് 99-ാമത്തെ അധ്യായമായിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. സൂറത്ത് നിസാഇന് ശേഷം ഇറങ്ങിയ സൂറത്താണ് എന്നതാണ് അതിന്റെ പഠനം. സൂറത്ത് നിസാഇ ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ സൂറത്താണ് സൂറത്ത് സൽസല. എന്തൊക്കെയാണ് ഈ ഒരു സൂറത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്നത് നമ്മൾ നോക്കുമ്പോൾ ഒറ്റവാക്കിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടാണ്. ഖിയാമത്ത് നാളിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് പിന്നെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട സംഗതികൾ സൂചിപ്പിച്ച് നമ്മൾ മഹ്ശറിൽ എത്തുമ്പോൾ ഭൂമി സാക്ഷ്യം പറയുന്ന വിഷയവും, വലൈക്കും സലാം, അതേപോലെ തന്നെ മനുഷ്യരുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതും അന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു വെച്ച നന്മക്കും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്കും അനുഗുണമായ പ്രതിഫലങ്ങൾ നൽകപ്പെടുക എന്ന വിശാലമായ ഏരിയയെ വളരെ ചുരുക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കാണ് പ്രതിപാദിക്കുന്ന വളരെ അർത്ഥവത്തായ ഒരു സൂറത്താണ് സൂറത്തു സൽസല. ശരി, നമുക്ക് ആദ്യം അതൊന്ന് പാരായണം ചെയ്യാം, എന്നിട്ട് വിശദീകരണത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها
يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره ഓക്കെ ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ നമുക്കതിൽ പാരായണത്തിൽ വന്നേക്കാവുന്ന ചില സ്കലിതങ്ങളൊന്ന് സൂചിപ്പിക്കാം. നമ്മൾ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, ഇതാ എന്നല്ലല്ലോ, ഇതാണ് അല്ലേ, ദാലാണ്. അപ്പൊ ഇതാ സുൽസില എന്ന് പറയരുത്, ഇതാ ദാൽ. ഇതാ സായാണ് അല്ലേ, സുൽ സായ്. സുൽസിലത്തിൽ അർളു സുൽസിലത്തിൽ അർളു സിൽസാലഹ അല്ലേ. വാക്കിൽ തന്നെ ഉണ്ട് ഒരു അല്ലേ, ഒരു കനപ്പുണ്ട്. ഇതാ പിന്നെ അതുണ്ട്, ഇതാ സുൽസിലത്തിൽ അർളു അർളു സിൽസാലഹ. അയ്വാ വ അഖ് എന്ന് പറയരുത്, വ അഖ്റജത്തിൽ അർളു വ അഖ്റജത്തിൽ അർളു അസ് അസ് എന്ന് പറയരുത്, സീന് പറയരുത്, അസ്ഖാലഹ അസ്ഖാലഹ പറയും. അയ്യോ ബാറക്കല്ലാഹു ഫീക്കും. ഒന്നുകൂടി, വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ. സീൻ്റെ ഉച്ചാരണം വരരുത് കേട്ടോ, അസ്ഖാലഹ. ഓക്കെ, അത് നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോ ജസ്റ്റ് നോയിത്തൊന്നും ഉണ്ടാവില്ല, ഫുള്ള് ക്ലിയർ ആകൊന്നുമില്ല. നമ്മളെന്താക്കണം, നമ്മളൊന്നൊരു സമയം കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരാഴ്ച വരുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് പഠിച്ചൊരു സൂറത്ത് എന്താക്കുക, ഒന്ന് ട്രെയിൻ ചെയ്ത് നല്ലൊരു ഓത്തൊക്കെ കേട്ട് ഒന്നിങ്ങനെ ഓടി വെക്കുക. ഇൻഷാ അല്ലാഹ് റെഡി ആവും കേട്ടോ. അസ്ഖാലഹ. അടുത്ത വഖാല അല്ലേ, വഖാലൽ ഇൻസാനു അല്ലേ, മണിക്കണ്ടേ, ഇൻസാനു മാലഹ. അയ്യോ ഒന്നുകൂടി, വഖാലൽ ഇൻസാനു മാലഹ. അടുത്ത് യൗമഇദിൻ തുഹദ്ദിസു. അവിടെ എങ്ങനെ വന്നിട്ടുണ്ട്, യൗമഇദിൻ തു. ഓക്കെ, യൗമഇദിൻ തുഹ ഹ ഹ എന്നാകരുത്, തുഹദ്ദിസു. സീനാണോ സ ആണോ? ചിലർ ഓതുമ്പോ ഇവിടെ കേട്ടോ, ചില ആളുകളൊക്കെ ഓതുമ്പോ എന്ന് വെച്ചാൽ തുഹദ്ദിസു സു എന്നാവും, സു അല്ല സ ആണ്. തുഹദ്ദിസു. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അഖ് എന്ന് പറയരുത്, അഖ്ബാറഹ അഖ്ബാറഹ. ചെല്ലൊക്കെ കിട്ടും കേട്ടോ, അഖ്ബാറഹ. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഒരായത്തൂടി നമുക്ക് ഈ നിലക്ക് ഓതാം, എന്നിട്ട് പിന്നെ ഷർഹ് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് എത്തുമ്പോൾ ബാക്കി ഭാഗം നമുക്ക് ഓതാം കേട്ടോ. ബിഅന്ന റബ്ബക ബിഅന്ന റബ്ബക റബ്ബക കഫ് ബിഅന്ന റബ്ബക ഔഹാ ലഹാ ഹ ഹ ല്ലേ, ഔഹാ ലഹാ. ഒതുക്കും, بأن ربك أوحى لها. അയ്യോ ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ആ ഒരു അഞ്ചായത്തോടെ നിൽക്കട്ടെ, എന്നിട്ട് അത് നമുക്ക് വിശദീകരിച്ച് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സൽസല അല്ലേ, സൽസല. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ എന്തൊരു ഒരു മുഴക്കം ഫീൽ ചെയ്യണല്ലോ അല്ലേ, സൽസല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതിന്റെ അർത്ഥം?
അയവാ, വെരി ഗുഡ്. എന്താണ്? കിലുങ്ങുക, പ്രകമ്പനം കൊള്ളുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന് പേര് വെച്ചത് എന്താണ്? പ്രകമ്പനം കൊള്ളുക, അല്ലെ? പ്രകമ്പനം കൊള്ളുക. എന്താ സംഭവം? ആ ആയത്ത് തുടങ്ങണെന്നാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. യെസ്. അപ്പൊ എന്താ ഇതാ? എന്താ ഇതാന്ന് പറഞ്ഞാല്? ഇതാ ജാ, വന്നാൽ. ഇതാക്ക് പ്രത്യേക അർത്ഥമല്ല, ഒന്നിന്റെ കൂടെ വരുമ്പോൾ അർത്ഥം കിട്ടുള്ളൂ. ഇതാ ജാ എന്ന് പറഞ്ഞ വന്നാൽ, ഇതാ അക്കല തിന്നാൽ, ഇതാ റഅ കണ്ടാൽ. അപ്പൊ എന്താ? ഇതാ സുൽസില എന്ന് പറഞ്ഞാല് പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, പ്രകമ്പനം ഉണ്ടായാൽ. എന്ത്? എന്താ പ്രകമ്പനം കൊള്ളണേ? അൽ അർളു. അൽ അർളു അയ്വാ, ഭൂമി. ഭൂമി പ്രകമ്പനം കൊണ്ടാൽ. അതിനൊന്നും കൂടി വിശദീകരിച്ചു. സിൽസാലഹ. സൽസല യുസൽസിലു സിൽസാലു എന്നാണ്. സൽസല എന്ന് പറഞ്ഞാല് പ്രകമ്പനം കൊണ്ടു. സിൽസാൽ എന്ന് പറഞ്ഞാല് പ്രകമ്പനം. ഹ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതിന്റെ? ഭൂമി. ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, അതൊന്നും കൂടി അതിന് സ്ട്രോങ് കിട്ടാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി വീണ്ടും സിൽസാലഹ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ? അതിന്റെ ഭയങ്കരമായ പ്രകമ്പനം. ഭൂമി അതിന്റെ ഭയങ്കരമായ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ. അല്ലാഹു സൂറത്ത് ആരംഭിക്കണ വേറൊരു മുഖവരി ഇല്ലാതെ പറഞ്ഞിട്ടാണ് വിഷയത്തിൽ ഒറ്റ വരവാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. അർത്ഥം എങ്ങനെയൊക്കെ ഉണ്ട്? ഭൂമി അതിന്റെ പ്രകമ്പനം, ഭയങ്കരമായ പ്രകമ്പനം ഉണ്ട്, കൊള്ളിക്കപ്പെട്ടാൽ. യെസ്. എന്താ സംഭവം? ആ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ എന്താ? ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട പറയണം. ഖിയാമത്ത് നാളിൽ ഈ ഭൂമി എന്താകും? ഒരു വലിയ സൗണ്ട് കേൾക്കുന്നതാണ്. ഏതാ സൗണ്ട്? കാഹളത്തിൽ ഊതപ്പെടുമ്പോ അല്ലെ? കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ഒരു സൗണ്ട്, അത് കേൾക്കുമ്പോ എന്താ വെച്ചാല് ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നതാണ്. അതിന്റെ ഒരു തീക്ഷ്ണത. നമ്മൾ പ്രകമ്പനം എന്ന് കേൾക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്കിപ്പോ നിലവിൽ ഒരു നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലും അതുമില്ല, പിന്നെ എന്തുണ്ടായി, ഉരുൾപൊട്ടലും കാലൊക്കെ ഉണ്ടായില്ലേ? അതൊക്കെ എടുത്തുനിന്ന് കേട്ടവരുണ്ടോ? അതിന്റെ സൗണ്ടും ഭീകരതയൊക്കെ. അതിന്റെ എന്തൊരു ഭീകരതയാണ്. നമ്മൾ പാണക്കാടോടെ പോയി നിൽക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ടോടെ ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് നമ്മൾ അന്തം വിടും. വലിയ വലിയ കല്ലും മുട്ടിയൊക്കെ ഇറങ്ങിപ്പോയൊരു സംഗതി കാണുമ്പോൾ. അത് ഭൂമിയുടെ ഏതോ ഒരു ഭാഗത്തെ എത്രയോ ഒരു ഭാഗമാണ് അല്ലേ? ഇത് ഭൂമി ഒന്നാകെയാണ് സൗണ്ട്. ഭൂമി ഒന്നാകെയാണ് സൗണ്ട്. അതിന്റെ ഗൗരവം സൂറത്തുൽ ഹജ്ജിൽ റഹ്മാനായ റബ്ബ് 1-2 ആയത്തിലൂടെ പറഞ്ഞുട്ടോ. ആ സൗണ്ടിന്റെ ഭീകരത, ആ സൗണ്ട് കേൾക്കുമ്പോൾ ദുനിയാവിൽ എന്താ സംഭവിക്കുക നോക്കാം. അല്ലാഹ് പറയാണ്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അദീം. അല്ലാഹ് പറയാ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാനെ പേടിച്ചിങ്ങാണ്ട് ജീവിച്ചോളിട്ടോ. ഇത് പറയാണ്, അന്ത്യനാളിന്റെ പ്രകമ്പനം ഉണ്ടല്ലോ, ഷൈഉൻ അദീം. എന്താ ഷൈഉൻ അദീം എന്ന് പറഞ്ഞാല്? അതൊരു വലിയ സംഭവമാണ്. അങ്ങേയറ്റത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലായിക്കൊണ്ടൊന്നുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു അതിനെ വീണ്ടും വിശദീകരിച്ചു. എന്താ? യൗമ തറൗനഹാ. അതിനെ ആളുകൾ കാണുന്ന ദിവസം. ആര് കാണുന്നു? യൗമ തറൗനഹാ, നീ അതിനെ കാണുമ്പോൾ. തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. മുർളിഅ എന്ന് പറഞ്ഞാൽ ആരറിയോ? മുല കൊടുക്കുന്ന സ്ത്രീ. മുല കൊടുക്കുന്ന സ്ത്രീ ആ കുഞ്ഞിനിട്ടിട്ട് ഓടുന്നു, അശ്രദ്ധയിലായി പോകുന്നു. എന്ത് വന്നു കഴിഞ്ഞാലും ചോര പൈതലിനെ ഒരു ഉമ്മ കയ്യിൽ നിന്ന് ഇടുവോ? ഇതാ കുട്ടിനൊന്നും ഓർമ്മയില്ലാത്ത തദ്ഹലു എന്ന് പറഞ്ഞ എന്താ? അശ്രദ്ധയിലായി പോകുന്നതാണ്. വത്തലഉ, ഒന്നും കൂടി അതിന്റെ ഭീകരത ബോധ്യപ്പെടാണ്. വത്തലഉ, പ്രസവിച്ചു പോകും. ആര്? കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭമുള്ളവരൊക്കെ മാസം എത്തുന്നതിന് മുമ്പ് എന്താവും? ആ സൗണ്ടിന്റെ ഭീകരത കാരണം പേടിച്ച് അവശയായി നിയന്ത്രണങ്ങൾ കയ്യിൽ നിന്ന് പോയി ഹംലെന്താവും? ക്യാരി ചെയ്ത സംഗതി പ്രസവിച്ചു പോകും. പിന്നെയും പറയണം അല്ലാഹു, വതറന്നാസ സുകാറാ. ജനങ്ങളെ നിനക്കന്ന് കാണാം ലഹരി ബാധിച്ചവരെ പോലെ നടക്കാൻ, ലക്കും ലഗാനുമില്ലാതെ നടക്കാൻ, ആകെ പേടിച്ച് ബേജാറായി എവിടേക്ക് ഓടുകയെന്നറിയാതെ ആകെ പ്രശ്നത്തിലാവുന്നതാണ്. വമാഹും ബിസുക്കാറ.
അവര് ലഹരി ബാധിച്ചിട്ടൊന്നുമില്ല, ഒന്നടിച്ചിട്ടൊന്നല്ല, ലഹരി അടിച്ചതുകൊണ്ടൊന്നല്ല, പക്ഷെ ലഹരി ബാധിച്ചവരെ പോലെ ആകെ ബുദ്ധിക്ക് മറിഞ്ഞ് പേടിച്ചൊരു വിധായിക്കണോന്ന്. പിന്നെന്താ, വലാകിൻ അദാബ് അല്ലാഹി ശദീദ്. അവർ ലഹരി ഒന്നും നുകരാഞ്ഞിട്ടും ലഹരി നുകർന്നവരെ പോലെ ബോധമൊക്കെ മാറിപ്പോകാനുള്ള കാരണം അള്ളാന്റെ ശിക്ഷന്റെ ഊക്കാണ്. ഇത് ഈ ലോകത്തിന്റെ അവസാനം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണമാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. പർവ്വതങ്ങൾ പൊടിക്കപ്പെടും അല്ലേ, സൂര്യൻ താഴോട്ട് വീഴും, നക്ഷത്രങ്ങളിലെ എന്തിരിക്കും അതിന്റെ അവസ്ഥ. ഒരു ഭാഗം മാത്രമാണ് പറഞ്ഞത്, പ്രകമ്പനം എന്നുള്ള ഒറ്റ സംഗതിയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. ശരി, അന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. എങ്ങനെ ഓതുന്നുണ്ട്? ഓതിം. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. അഖ്റജ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പുറത്തേക്കാക്ക. ഖറജ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തിടുന്നു. ഖുറൂജ് അടിക്കാറില്ലേ? ഖുറൂജ് അടിക്കുക. ചില ആളുകൾ ചിരിക്കുന്നുണ്ട് ഖുറൂജ് അടിക്കാറൊന്നും. പ്രവാസികൾക്ക് ഖുറൂജ് അടിച്ചപ്പെടാൻ സേഫ് ആയി ഇരിക്കണ്ടാവും അല്ലേ? എക്സിറ്റ് എന്ന് അറിയോ? ഖുറൂജ് അടിക്കുക, എക്സിറ്റ് അടിക്കുക. അഖ്റജ എന്ന് പറഞ്ഞ പുറത്താക്കുക. ശരി, അപ്പൊ അഖ്റജത്തിൽ അർളു, ഭൂമി പുറത്താക്കും എന്ന് പറഞ്ഞാൽ എന്താ? പുറം തള്ളുന്നു. ഭൂമിന്റെ ഉള്ളിൽ ഇപ്പൊ കുറെ സാധനല്ലേ, ഭൂമിന്റെ ഉള്ളിൽ കുറെ സാധനം ഉണ്ട്, അത് ഭൂമി എന്താ? പുറം തള്ളു. എന്ത്? അസ്ഖാലഹാ. സഖ്ലി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സഖ്ലി എന്ന് പറഞ്ഞാല് ഭാരം. ഭാരം അല്ലെ? സഖ്ലി എന്ന് പറഞ്ഞ ഭാരം. ഭൂമി അതിന്റെ ഭാരങ്ങളൊക്കെ പുറത്തേക്ക് തള്ളുന്നു. ഭൂമിക്ക് ഇപ്പൊ എന്താ ഭാരം? ഭൂമിയിൽ എന്താ ഭാരം? നമ്മളൊക്കെ ഭൂമിക്ക് ഭാര? വിശ്വാസികളുടെ ഭൂമിക്ക് ഭാരമല്ല. യെസ്, ഇവിടെ പറഞ്ഞ ഭൂമിയുടെ ഭാരം എന്താണ്? എന്തൊക്കെയാണ് ഭാരങ്ങൾ എന്നുള്ളത് ഒരു പടത്ത് പറഞ്ഞ ആയത്തിനെ വിശദീകരിക്കാൻ ഏറ്റവും നല്ല വിശദീകരണം ഏതാ? അള്ളാഹു അതിനെ സംബന്ധിച്ച് വേറെ എവിടെയെങ്കിലും പറഞ്ഞുകൂടെ നോക്കലാണ് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂമിന്റെ ഭാരത്തെ കുറിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ സൂറത്തു സുമറിലെ 68-ാമത്തെ ആയത്താണ് ഇതിനെ കൊണ്ടുവരുന്നത്, ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ പറയുന്നുണ്ട് ഭൂമിന്റെ ഭാരം എന്താന്നുള്ളത്. എന്താ? നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും. ഫസഇക മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്. ഈ ഭൂമിയിലുള്ള എല്ലാ ആളുകളും എന്താവും? മരണപ്പെട്ടു വീഴുന്നതാണ്. എന്നിട്ടോ സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, വീണ്ടും രണ്ടാമതൊരു കാഹളം കൂടി ഊതപ്പെടുമ്പോ ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, അവർക്ക് എന്താക്കും? പുറത്ത് നീച്ചു വരുന്നതാണ്. അപ്പൊ ഭൂമിന്റെ പുറത്ത് വീണ് കിടക്കുന്ന കുറെ ആളുകളുണ്ട്. ആദം നബി മുതൽ ഇങ്ങോട്ടേക്ക് ഭൂമിന്റെ ഉള്ളിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു അസ്ഹാബുൽ ഖുബൂർ, ഇവിടുത്തെ ഭൂമി പുറന്തള്ളുന്ന ഭാരം എന്ന് പറഞ്ഞാൽ എന്താ? അസ്ഹാബുൽ ഖുബൂർ, കബറാളികളാണ്. കോടിക്കണക്കിന് വരുന്ന മനുഷ്യന്മാർ അല്ലെ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ശൃംഖല അവസാനത്തെ ആള്, അദ്ദേഹം മരണപ്പെട്ടിട്ട് എത്ര കാലായി അല്ലേ? 14 കഴിഞ്ഞില്ലേ? ആദം നബിയോ? അവരൊക്കെ ഇപ്പൊ എവിടെയുള്ള ബർസഖിലല്ലേ? അവരൊക്കെ വരുന്ന ഖബറിലുള്ള ആളുകളെ ഭൂമി പുറത്തേക്ക് എത്തിക്കും. സുബ്ഹാനല്ലാഹ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. ഭൂമി നീട്ടപ്പെടും. ഇന്ന് കാണുന്ന ഭൂമിയില്ലേ, അതങ്ങോട്ട് നീട്ടപ്പെടും. മഹ്ശറ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഈ ഭൂമി തന്നെയാണ്. ഈ ഭൂമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ? ഇപ്പൊ ഭൂമിന്റെ അവസ്ഥ എന്താ? കുന്നും മേടും കാടും ഒക്കെ ആയിട്ടല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലേ? ഇതൊക്കെ മാറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കും? ഭൂമിനെ നിരപ്പാക്കുന്നതാണ്. പിന്നെ ഒരു കാ എന്നാ ഉപയോഗിച്ച്, കാ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഹാളിനെ പറയാ. ഇവിടെ വരുമ്പോ ഒരു ബോർഡ് കണ്ടാൽ തോന്നി അറബിയിൽ എഴുതിച്ചിരിക്കണേ ഇല്ല അല്ലെ? ഹാളെന്ന് എന്തൊരു സാധനം കേട്ടോ തോന്നി. കാ എന്നാണ് അറബിയിൽ ഇത് പറയാ. യെസ്, ഖുർആൻ ഉപയോഗിച്ച അതാണ്. കാ എന്ന് പറഞ്ഞാൽ എന്താ? നീട്ടി നിരപ്പാക്കുന്ന ഒരു കുന്നും മേടൊന്നുമില്ല, അങ്ങോട്ട് എല്ലാവരും പ്ലാറ്റ് ആക്കും. അവിടെയാണ് മഹ്ശർ. ഈ ഖബറിന്ന് എണീറ്റും കണ്ട് സമുദ്രങ്ങളൊക്കെ മാറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കും? ഈ രൂപത്തിലാക്കും, മനുഷ്യർക്ക് നിൽക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക്. അപ്പൊ ഈ ഖബറിന്നൊക്കെ ഭൂമിയിൽ നിന്ന് മേപ്പെട്ടുള്ളവരുണ്ട് അല്ലെ, അടിയിലുള്ളവരുണ്ട്, ഒക്കെ എന്താക്കും? നീച്ചിട്ട് പോരും. ഉറക്കുന്ന എണീറ്റ് വരുന്ന പോലെ എങ്ങനെ എന്ന് പറഞ്ഞില്ലേ? ഒരു നാട്ടക്കുറിയിലേക്ക് ഇങ്ങനെ ഓടുന്ന പോലെ എന്താക്കും? എല്ലാവരും പാടെ ഒന്ന് എവിടേക്കാ പോണേ? മഹ്ശറയിലേക്ക്.
പക്ഷെ ആ രണ്ട് ഊത്തുകൾക്കിടയിൽ എത്ര കാലം എന്നുള്ളതാണ് നമുക്കറിയില്ല. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ സംഗതി എന്തിനെ കുറിച്ചിട്ടാ? ഒന്നാമത്തെ കാഹളത്തെ കുറിച്ചാണ്, ആ പ്രകമ്പനത്തെ കുറിച്ച് പറഞ്ഞു. ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളത് പുറന്തള്ളുന്നപ്പോഴാണ്, രണ്ടാമത്തെ കാഹളമൂത്ത് നടക്കുമ്പോഴാണ്. യെസ്, ഖാലിയാകുന്നിട്ടില്ലേ? എന്താ ഖാലിയാക? കാലിയാക്കാന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? കട കാലിയാക്കുന്നു. എന്താ കട കാലിയാക്കലല്ല, ശരിക്ക് കട ഖാലിയാക്കലാണ്. ഖാലിയാണ് പിന്നെ കാലിയായത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഭൂമി ഉള്ളതൊക്കെ പുറത്തേക്കെത്തി. പിന്നെന്തായി? ഭൂമി കാലിയായി, ഭൂമിന്റെ ഉള്ളിലൊക്കെ കാലിയായി, ഒക്കെ പുറത്തേക്കെത്തി. അതാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു ഹദീസിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉണ്ട് ഭൂമി എന്തൊക്കെ പുറന്തള്ളും എന്നുള്ളത്. സ്വർണം എവിടെയുള്ളത്? സ്വർണം അല്ലേ, ഖനികളൊക്കെ അല്ലേ ഭൂമിന്റെ അടിയിൽ? ഭൂമിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചൊക്കെ പുറത്തേക്ക് വരുന്നതാണ്. ഹദീസിലെ പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖീഉൽ അർളു. തഖീഉൽ അർളു എന്ന് പറഞ്ഞാൽ ഭൂമി ഛർദിക്കുന്നതാണ്. ഖൈ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? വൊമിറ്റ് ചെയ്യണെന്ന് പറയാം കേട്ടോ. അപ്പൊ എന്താ ഭൂമി ഛർദിക്കുന്ന പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പുറത്തേക്ക് ഇടും. ഓക്കെ, തഖീഉൽ അർളു അഫ്ലാദ കബിദിഹാ അംസാല ഉസ്തുവാനി മിനൽ ദഹബി വൽ ഫിദ്ദ. ഭൂമി അതിന്റെ ഉള്ളിലുള്ള സമ്പത്തിന്റെ വലിയ കഷ്ണങ്ങളെ പുറത്തേക്ക് എറിയുന്നതാണ്. സമ്പത്ത് പറഞ്ഞ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാകുക? സ്വർണം വെള്ളിയും പോലെയുള്ള സംഗതികളല്ലേ. അതിങ്ങനെ കഷ്ണങ്ങളെ പോലെ എന്താ പറയാ, തൂണുകളെ പോലെ എന്താക്കും? ഉസ്തുവാൻ എന്ന് പറഞ്ഞാൽ തൂണുകൾ പോലെ ഇങ്ങനെ എന്താക്കും? ഭൂമി അതിനൊക്കെ എടുത്ത് പുറത്തേക്ക് പുറത്തേക്ക് ഇടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഒന്നും കണ്ട് പറയുന്നതാണ്. ഫയജീഉൽ ഖാതിലു, ഒരു കൊന്നൊരു മനുഷ്യൻ ഒന്നും കണ്ട് പറയും, ഫീ ഹാദാ ഖതൽതു, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്താക്കിയത്? പല ആളുകളെയും കൊന്നത്. ഇപ്പൊ ആർക്കും വേണ്ട കിടക്കാണ്. വയജീഉൽ ഖാതിഉ, കുടുംബബന്ധം മുറിച്ചാൾ വന്നിട്ട് പറയും, ഫീ ഹാദാ ഖതഅതു റഹ്മി, ഇപ്പൊ ആർക്കും വേണ്ട കിടക്കും. ഒരു മനുഷ്യൻ തിരിഞ്ഞോക്കണില്ല, ഇതിനു വേണ്ടിയാണ് ഞാൻ എന്താക്കി എന്റെ കുടുംബബന്ധം മുറിച്ചത്. അന്ന് ഓഹരിയാക്കണ സമയത്തെ, അനന്തരസ്വത്ത് ഓഹരിയാക്കണ സമയത്തെ കണഗുണാന്ന് പറഞ്ഞിട്ട് കുടുംബം തന്നെ ഇനി മരിച്ചു കഴിഞ്ഞാൽ എന്നെ കാണാൻ വേണ്ടി വരണ്ടോ എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചും കണ്ട് ഓരോരുത്തർ ഇറങ്ങിപ്പോണില്ലേ? ഇതിനും വേണ്ടി കണ്ടായിരുന്നു. ഇന്നിങ്ങനെ ഇങ്ങനെ സ്തൂപം പോലെ, തൂണുകൾ പോലെ ഇങ്ങനെ സ്വർണവും വെള്ളിയൊക്കെ പറഞ്ഞാൽ കിടക്കണ, ആർക്കും വേണ്ട. ഒരു മനുഷ്യൻ തിരിഞ്ഞോക്കില്ല. മനസ്സിലായില്ലേ? പിന്നെ പറഞ്ഞു, പിന്നെ വയജീഉ സാരിഖ്, മോഷ്ടിച്ചാൾ വന്ന് കണ്ട് പറയുന്നതാണ്, ഫീ ഹാദാ ഖുത്അത് യദി, ഈ വിഷയത്തിൽ എന്റെ കൈ ഛേദിക്കപ്പെട്ടത് എന്ന്. ഇത്തര സാധനത്തിനാണ് ഛേദിക്കപ്പെട്ടത്. ഇന്നിപ്പോ നീണ്ടു നിവർന്ന് കിടക്കുക, ഒരാൾക്കും വേണ്ട. അതെടുക്കാൻ വേണ്ടി കണ്ട് ക്ഷണിക്കും, പക്ഷെ ആരും ഒരു ഗ്രാമം പോലും എടുത്തിട്ട് എന്താക്കൂല, പോക്കലിടാൻ വേണ്ടി ശ്രമിക്കൂല, ആരും തൊടൂല, ആർക്കും വേണ്ട. വേണ്ട, ആവശ്യമില്ല. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പെട്ടു. ഇതിനും വേണ്ടി ഓട്ടിപ്പോ എന്താ ഉണ്ടായത് അല്ലേ? അന്ന് ഇതിനൊക്കെ ഒരു സാധനം കൊടുത്തെങ്കാണ്ട് ഞാൻ ഇതിനു വേണ്ടി പണിയെടുക്കുകയാണെങ്കിൽ എന്തായിരുന്നു? എനിക്ക് മെച്ചായിരുന്നു എന്ന് എല്ലാവരും തോന്നിപ്പോകുന്ന ദിവസം എന്നാണ്. ശരി, അപ്പൊ ഭൂമി പുറത്തേക്ക് ഇടുന്നു പറഞ്ഞാൽ ഒന്നെന്തേനും അത് നമ്മൾ മനസ്സിൽ വരണം. ഏതാ? കബറാളികൾ അല്ലെ. പിന്നെ ഭൂമിയിലുള്ള ഖനികളൊക്കെ എന്താക്കും? ഭൂമി. അപ്പോഴാണ് ആ മനുഷ്യന്മാർ ചിന്തിക്കുക, വഖാലൽ ഇൻസാനു മാലഹാ. വഖാലൽ ഇൻസാൻ, എന്താ ഇൻസാൻ എന്ന് പറഞ്ഞാല്? അവിടെ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാല് മനുഷ്യന്മാർ മൊത്തം. എല്ലാരും പറയും, മാലഹ, എന്താ പറ്റിയത്? എന്താ ഇവിടെ നടക്കണേ? ആകപ്പാടൊരു അങ്കലാപ്പിലാവും. ശരി, പിന്നെ ആ ദിവസത്തിന്റെ പ്രത്യേകത പറയാണ്, യൗമ ഇദിൻ. എന്താ അർത്ഥം? യൗമ ഇദിൻ എങ്ങനെ അർത്ഥം വെക്കണ്ടേ? അന്നേ ദിവസം. ബറക്കല്ലാഹു ഫീക്കും. യൗമ ഇദിൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാണ്, തുഹദ്ദിസു. ഹദ്ദസ യുഹദ്ദിസു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹദീസ് കേട്ടില്ല? ഹദീസ് എന്താ സംഭവം? വർത്താനം എന്നാണ്. അപ്പൊ ഞാൻ പറയണേ, അന അതഹദ്ദസു മഅക്കും, ഞങ്ങളുമായിട്ട് ഇപ്പൊ എന്താക്കണം? സംസാരിക്കുകയാണ്. അപ്പൊ ഭൂമി അന്ന് സംസാരിക്കുന്നു. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്നു. ഭൂമി സംസാരിക്കേ? ഭൂമി സംസാരിക്കും. ഭൂമി അന്നത്തെ ദിവസം ഭൂമി എന്താക്കും? സംസാരിക്കും. ഇന്ന് ഭൂമിയോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചറിയോ? ഇല്ല. പക്ഷെ അന്ന് ഭൂമി സംസാരിക്കും. എങ്ങനെ? അടുത്ത ആയത്ത്, ബിഅന്ന റബ്ബക ഔഹാ ലഹാ, കാരണം തീർച്ചയായും നിന്റെ രക്ഷിതാവ് ഔഹാ. എന്താ അഹ്വ എന്ന് പറഞ്ഞാല്?
വഹി ഐവ ബോധനം നൽകിയിട്ടുണ്ട്. ആർക്കില്ല? ഇതിന് ഭൂമിക്ക്. നിന്റെ രക്ഷിതാവ് അതിന് ആ ഭൂമിക്ക് കൃത്യമായ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താക്കും? ആ ഭൂമി സംസാരിക്കും. അപ്പൊ അടുത്ത ചോദ്യം, എന്തൊക്കെ ഭൂമി സംസാരിക്കുക? ഇപ്പൊ ഇവിടെ എത്തി, പ്രകമ്പനുണ്ടായി, മരിച്ചു വീണു, നമ്മള് എണീറ്റ് വരികയാണ്. ഇപ്പൊ മഹ്ശറിലെത്തി, വിചാരണക്ക് ഇങ്ങനെ വരികയാണ്. നമ്മൾ വിചാരണയിൽ എത്തിട്ടോ. ഇനി ഭൂമി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഭൂമി സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുക ഭൂമി? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, അതദറൂന മാ അഖ്ബാറുഹാ, അല്ലേ? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബകൾ ചോദിക്കുകയാണ്, ഭൂമിന്റെ വർത്താനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയോ? നിങ്ങൾക്കറിയോ ഭൂമി അതിന്റെ വർത്താനം എന്താ? ഭൂമിന്റെ വർത്താനം പറഞ്ഞാൽ എന്തായിരിക്കും? പക്ഷെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ആദ്യമായിട്ട് കേൾക്കല്ലേ? നമ്മൾ പല നിലക്ക് കേട്ടോണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? യെസ്, ഖാലൂ, അവര് പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം. വലിയ ഔലിയാക്കളാട്ടോ പറയണേ, വലിയ ഔലിയാക്കന്മാരാണോ പറയണേ? അല്ലാഹു വറസൂലുഹു അഅലം. റസൂലേ നമുക്കറിയില്ല, അള്ളാഹ്ക്കാണ് അറിയാ. ഞാൻ അള്ളാഹ് നിങ്ങൾക്ക് വഹി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാം. അതാണ് അല്ലാഹു വറസൂലുഹു അഅലം എന്ന് പറയാം. മരിച്ചതിന് ശേഷം പറയോ അല്ലാഹു വറസൂലുഹു അഅലം പറയോ? സ്വഹാബാക്കൾ ആരെങ്കിലും പറയോ? ഇല്ല, അല്ലാഹു അഅലം എന്ന് പറയുള്ളൂ, അല്ലേ? അമാനി മൗലവി നമ്മൾ കണ്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് നിർത്തിയിട്ട് അദ്ദേഹം ഒരു അദബ്, അതൊരു അദബാണ് കേട്ടോ, അതൊരു അദബാണ്. അല്ലാഹു അഅലം. അവിടെ റസൂൽ എന്ന് പറഞ്ഞോ? ഇല്ല. എന്തേ കാരണം? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവാചകന്മാരെന്താക്കൂല? അറിയില്ല, കേൾക്കില്ല. കേൾക്കോ? ഇന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് എന്തെങ്കിലും പറ്റിക്കണോ? അവിടുത്തെ കണ്ണ് അഴുകിക്കണോ? അവിടുത്തെ ശരീരം മണ്ണ് തിന്നിക്കണോ? രോമകൂപങ്ങൾക്ക് പോലും എന്തെങ്കിലും സംഭവിച്ചിക്കണോ? എന്താ നമ്മുടെ വിശ്വാസം? ഇല്ല ഇല്ല ഇല്ല. പക്ഷെ കേൾക്കോ? കേൾക്കൂല, ബേസിക്കലി കേൾക്കൂല. യെസ്, ഓക്കെ. അപ്പോ സ്വഹാബാക്കൾ പറഞ്ഞു അല്ലാഹു റസൂലു അഅലം. ഇതൊരു അദബാണ് കേട്ടോ. ദീനിന്റെ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും നമുക്കൊരു മാക്സിമം ഉണ്ട്. ഇപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക ലാസ്റ്റ്? അല്ലാഹു അഅലം ബിസ്സവാബ്. നമുക്ക് കിട്ടിയതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു, ബാക്കി അള്ളാഹ്ക്കാണ് ഏറ്റവും നന്നായിക്കൊണ്ട് അറിയാം, അല്ലെ? നമ്മൾ എന്ത് കാര്യം പറയുമ്പോൾ അങ്ങനെ പറയണ്ട കേട്ടോ. അപ്പൊ റസൂൽ സ്വഹാബാക്കൾ പറഞ്ഞു അള്ളാഹ്ക്കു റസൂലാണത് അറിയാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്ന അഖ്ബാറഹാ, ഭൂമിയുടെ വർത്താനം എന്ന് പറഞ്ഞാൽ എന്താ? അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ വഅമതിൻ ബിമാ അമല അലാ ളുഹരിഹാ. ആ ഭൂമിന്റെ മുകളിൽ വെച്ചിട്ട് ഏതൊരു അടിമ സ്ത്രീ, മീൻസ് അള്ളാന്റെ ഏതൊരു അടിമയാണോ അടിയാർത്തിയാണോ എന്ത് കാര്യമാണോ ചെയ്തത് അത് മുഴുവൻ എന്താക്കും? ഭൂമി വിളിച്ചു പറയും. അത് എവിടെ പോയി ചെയ്ത് കഴിഞ്ഞാലും, ഞാൻ ഒറ്റപ്പാലക്കാരനാണ്, ഞാൻ ഇവിടെ ഒന്ന് കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പറയും. ഒറ്റപ്പാലത്ത് പോയി കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള എന്താക്കും? അവിടുന്ന് പറയും. നമ്മൾ ദുനിയാവിന്റെ മുകളിൽ എവിടെ പോയാലും ഇതിന്റെ അപ്പുറം പോണില്ലല്ലോ, അവിടെ നിന്നുള്ളത് എന്താക്കും? പറയുന്നതാണ്. അന്തഖൂൽ അമില കദാ വകദാ യൗമ കദാ വകദാ ഫഹാദി അഖ്ബാറുഹാ. ഇങ്ങനെ ചെയ്തു എന്ന് മാത്രല്ല കേട്ടോ, എപ്പ ചെയ്തു, ഏത് ദിവസം ചെയ്തു, ഏത് മണിക്കൂറിൽ ചെയ്തു, രാത്രിയാണോ രാവിലെയാണോ, എവിടെ വെച്ചിട്ട് ചെയ്തിട്ട്, റൂമിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണോ, ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണോ, ആരും കാണാതിരുന്നപ്പോഴാണോ, എല്ലാവരും കാണുകയാണോ, ആരും തന്നെ കാണുന്നില്ല എന്നൊരു ഹോസ്റ്റലിൽ എത്തിയപ്പോഴാണോ, വിദേശത്തേക്ക് പോണ സമയത്ത് ഫ്ലൈറ്റിലാണോ, ആരും അറിയില്ല, അപരിചിതനാണ്, ഒരു 4-5 ദിവസത്തെ കേരളത്തിനപ്പുറത്തുള്ള യാത്ര നടത്തുമ്പോൾ ആരും എന്നെ കാണാനില്ല, എല്ലാവരും പല ഹറാമുകൾ ചെയ്യുന്നു, അപ്പൊ ഞാനും ചെയ്തു എങ്കിൽ അവിടെ നിന്ന് അത് പറയും. ദുനിയാവിന്റെ മുകളിൽ നാം ചെയ്തു കൂട്ടിയത് മുഴുവൻ അതേ സ്ഥലങ്ങൾ വന്നും കണ്ട സാക്ഷി പറയുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തിനിപ്പോ ഇതിന്റെ ആവശ്യം? അപ്പൊ അടുത്തൊരു ചോദ്യം, എന്തിനിപ്പോ ഇതിന്റെ ആവശ്യം? അള്ളാഹ് പറയണേ നമ്മളോട് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ അംഗീകരിക്കൂലേ? അംഗീകരിക്കോ? അംഗീകരിക്കും. കാരണം അള്ളാഹ് നമുക്കറിയാം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലേ, എന്താ അള്ളാഹുവിന്റെ ഇൽമ് എന്താണ്? എല്ലാറ്റിനെയും വലയം ചെയ്യുന്നതാണ്, ആണല്ലോ. അള്ളാഹുവിന്റെ ഇൽമ് എല്ലാറ്റിനെയും വലയം ചെയ്യുന്നതാണ്. അള്ളാഹ് പറയാണ് ഞാൻ കണ്ടിക്കണെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വർത്താനൊന്നുമില്ല, പക്ഷെ അള്ളാഹ് നീതിമാനാണ്. ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കണ്ട. ഇജ്ജ് ചെയ്തത് റെക്കോർഡ് ഞമ്മക്ക് ഓർമ്മ ഉണ്ടാവും. ഇന്നലെ വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത്. പിന്നെ പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി ഓർമ്മ ഉണ്ടാവും. നമ്മൾ ചിലത് അന്ന് കല്യാണത്തിന് മുമ്പ് ഇട്ടതൊക്കെ ഓല് പറയും, പറയല്ലേ?
പറയലുണ്ടോ? ഉണ്ട്. സ്ത്രീകൾക്ക് ആ വിഷയത്തിൽ കുറച്ചൊരു ഡേറ്റിന്റെ കാര്യത്തിൽ ഓർത്തെക്കാൻ കുറച്ചുകൂടി ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നാണ് നമ്മുടെ ഒരു അനുഭവം കേട്ടോ. അന്ന് കല്യാണത്തിന് പോണ സമയത്ത് നിങ്ങൾ ഇതിനെല്ലാം ഇട്ടെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. നമുക്ക് ഓർമ്മയുണ്ടാവില്ല. കഴിഞ്ഞ മാസം ആ 2ാമത്തെ വെള്ളിയാഴ്ച നമ്മൾ അങ്ങോട്ട് പോയപ്പോ വൈകുന്നേരം നിന്ന് കണ്ട് നമ്മൾ അവിടെ പോയിരുന്നപ്പോ ഇത് നിന്നപ്പോ നിങ്ങൾ അന്നൊരു കാര്യം പറഞ്ഞതിലേക്കും സുബ്ഹാന ജല്ല ജലാലു. നമുക്കൊരു ഓർമ്മ ഉണ്ട്. ആണുങ്ങൾക്ക് അതൊന്നും ഉണ്ടാവില്ല. ഉണ്ടാ? എനിക്ക് ഓർമ്മയില്ല കേട്ടോ, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓരോ അതൊക്കെ പറയും. പക്ഷെ അവർക്ക് പോലും എന്തുണ്ടാവില്ല, ഇതിനെ കുറിച്ച് വേറൊരു ഐഡിയ ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? യെസ്, നമ്മൾ മറന്നിട്ടുണ്ടാവും. ഇനിയോ ഭൂമി സാക്ഷി പറയുന്നതിന് ഒരു തെളിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞൊരു വാക്കാണ് അന്നൽ മുഅദ്ദിന. ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ കൊണ്ടുവരുന്ന ഹദീസാണ്. എന്താ? അന്നൽ മുഅദ്ദിന ഇദാ അദ്ദന, ഒരു ബാങ്ക് വിളിക്കുന്ന ആൾ ബാങ്ക് വിളിച്ചു, فإنه لا يسمع صوته شجر ولا مدر ولا حجر ولا شيء إلا شهد له يوم القيامة. സുബ്ഹാനല്ലാഹ്. എന്താ? ഒരു ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ സൗണ്ട് അലയടിക്കുന്നതിന്റെ പരിധിയിൽ എന്തൊക്കെയുണ്ടോ, മരങ്ങൾ ഉണ്ടാകും, കല്ലുകൾ ഉണ്ടാകും, മണ്ണുണ്ടാകും, എന്തൊക്കെ സംഗതി ഉണ്ടോ, 1 കിലോമീറ്റർ 500 മീറ്റർ ചുറ്റളവിലെ ബാങ്ക് ഇങ്ങനെ കേൾക്കാൻ തൊട്ടിക്കോ അല്ലേ? അത് പലതും കേൾക്കണില്ലേ? ഭൂമി ലോകത്തുള്ളതൊക്കെ കേൾക്കില്ല. ആ പരിധിയിലുള്ള എല്ലാം അവന് വേണ്ടി അനുകൂലമായി നാളെ പരലോകം സാക്ഷി പറയുന്നു ബാങ്ക് വിളിക്കുന്ന ആളുകൾക്ക്. 2 കാര്യം ഉണ്ടായില്ലേ. ഒന്ന്, ബാങ്ക് വിളിയുടെ ശ്രേഷ്ഠത കിട്ടും. എത്ര മണൽത്തരികൾ ഉണ്ടാവും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉണ്ടാവും ചിലപ്പോ അല്ലെ? അതൊക്കെ നമുക്ക് വേണ്ടി അനുകൂലമായിക്കൊണ്ട് നാളെ പരലോകം സാക്ഷി പറയുന്നതാണ്. നമ്മള് ബാങ്ക് കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയാല് അത് മിസ്സാക്കരുതാണ് പറയാ. മനസ്സിലായില്ലേ? വലിയ പ്രോത്സാഹനമുള്ള കാര്യമാണ്. ഒന്നാമത്തെ സൊഫിനൊരു പ്രാധാന്യമില്ലേ, അതേപോലെ തന്നെ പ്രാധാന്യമുള്ള സാധനമാണ് എന്ത്? ബാങ്ക് വിളിക്കുന്ന വിഷയം. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചത് മാത്രം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയും അതിന്റെ ഉള്ളിലുള്ളതൊക്കെ സാക്ഷി പറയുന്നു പറഞ്ഞാൽ അതിന്റെ എന്താ അർത്ഥം? ഒന്ന്, ബാങ്കിന്റെ മഹത്വം കിട്ടി. 2, നമ്മൾ ചെയ്യണതൊക്കെ എന്താണ്? ഇവരൊക്കെ സാക്ഷിയാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹുവിന്റെ നീതി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ നീതി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഒരു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാല് സ്വർഗാവകാശികൾക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കപ്പെടുന്ന സമയത്ത് അവിശ്വാസികളായ നരകാവകാശികളായ കാഫിറുകൾ ഒരു പക്ഷെ എന്താക്കും? ചിലപ്പോ അവസാനത്തെ ഒരു 18ാമത്തെ അടവ് ചിലപ്പോൾ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്ത്? അത് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ, ഞങ്ങളൊന്നും കേട്ടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. സൂറത്തുൽ അൻആമിൽ അവരുടെ റീസൺ പറയുന്നുണ്ട്. ഒരു പറഞ്ഞേക്കാവുന്ന ഒരു സാധനം അള്ളാഹു മുൻകൂട്ടിങ്ങാണ്ട് പറയാണ്. സുമ്മ ലം തകുൻ ഫിത്നതുഹും ഇല്ലാ അൻ ഖാലൂ വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രിക്കീൻ. ഞങ്ങളൊന്നും ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് അവര് പറയുന്നതാണ്. അള്ളാഹു ആണ് സത്യം, ഞങ്ങളൊന്നും ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ഒരു സംവിധാനം അവിടെ വെച്ചെന്തിനു വെച്ച് കഴിഞ്ഞാല് പഴുതടച്ചൊരു മറുപടി കൊടുക്കാനും അള്ളാഹു നീതിമാനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. പോലെ പറഞ്ഞു നോക്ക്, ഞങ്ങളൊന്നും ശിർക്ക് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോ എന്താക്കും? ഓല ശിർക്ക് ചെയ്ത രംഗമൊക്കെ കാണിച്ചു കൊടുക്കും. ഖബർ പോയി സുജൂദ് ചെയ്തതും മറ്റോടത്ത് പോയി ഇങ്ങോട്ട് വിളിച്ചതൊക്കെ പറയുക. ഈ സ്ഥലത്ത് നിന്ന് കണ്ട് എന്താക്കിക്കണേ, അവൻ ഇന്നോടത്ത് വന്നിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു ആ സ്ഥലം സാക്ഷി പറയുമ്പോ അവന്റെ വായ എന്താവും? അടഞ്ഞു പോകുന്നതാണ്. ഇനി ഭൂമി മാത്രമാണോ സാക്ഷി? അല്ല. സാക്ഷികളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് ഭൂമി. നമ്മുടെ പ്രവർത്തനങ്ങൾ വിളിച്ചു പറയുന്നത് ഭൂമി മാത്രമല്ല, നമ്മൾ തന്നെയാണ്. കൈകൾ പറയും അല്ലെ, കാലുകൾ പറയും ഒക്കെ. അൽ യൗമ, ഇന്നത്തെ ദിവസം നഖ്തിമു അലാ അഫ്വാഹി, ഓലെ വായക്ക് എന്താവും? ഇത്രയും കാലം ഞാൻ സംസാരിച്ചില്ലേ, ഞടക്ക് സീല് വെക്കുന്നതാണ്. എന്നിട്ടോ വതുകല്ലിമുന ഐദീഹിം, അവിടെ കൈകളെ നാം സംസാരിപ്പിക്കുന്നതാണ്. കൈകളെ സംസാരിക്കേ അള്ളാഹ്ക്ക് അറിയും. അള്ളാഹിന് കഴിവുള്ളവനല്ലേ. ഈ ഇത്ര പോകുന്ന ഒരു ഇറച്ചി കഷ്ണം കൊണ്ട് ഈ ജാതി സാധനമൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ റബ്ബ് അതിന് കഴിവുള്ളവനാണ്. നാം സംസാരിപ്പിക്കും അവന്റെ കൈകളെ കൊണ്ട്. കൈകൾ മാത്രമാണോ? അല്ല. വതശ്ഹദു അർജുലുഹും, അവിടെ കാലുകൾ സാക്ഷി പറയും. ബിമാ കാനൂ യക്സിബൂൻ. ഇപ്പൊ എന്തൊക്കെ സാക്ഷികളായി? കൈ സാക്ഷിയായി അല്ലേ? അതേപോലെ തന്നെ കാലുകൾ സാക്ഷിയായി. കൈ പറയും ഞാനിത് എടുത്തു, ഞാനിത് പിടിച്ചു. കാല് പറയും ഞാൻ അങ്ങോട്ട് നടന്നത്. മറ്റൊരു ഹദീസിലുണ്ട്, മറ്റൊരു ആയത്തിലുണ്ട്, സൂറത്തുൽ ഫുസ്സിലത്തിൽ പറയാണ് ഹത്താ ഇദാ മാ ജാഊഹ ശഹിദ അലൈഹിം
സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. കണ്ണ് വിളിച്ചു പറയും, കാത് വിളിച്ചു പറയും ഞാൻ കണ്ടിട്ടുണ്ട്, കാത് പറയും ഞാൻ കേട്ടിട്ടുണ്ട്, തൊലികൾ പറയും ഞാൻ സ്പർശിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട് ഞാൻ സാക്ഷിയാണെന്ന്. ലോക്കാവും, ഫുള്ളി ലോക്കായി പോകുന്നത്. അതുകൊണ്ട് അവരോട് പറയണത് അല്ലേ, പിന്നെ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ പറയില്ലേ, ലിമ ശഹിദ്തും അലൈന, എന്തിന് ഞങ്ങൾക്കത് സാക്ഷി പറഞ്ഞു? ഞങ്ങളല്ല, അള്ളാഹു ആണ് ഞങ്ങളെ ഈ നിലക്ക് സംസാരിപ്പിച്ചത് എന്നാണ്. അപ്പൊ എല്ലാ മറകളും വീണു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇത് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? റഹ്മാനായ റബ്ബിന്റെ സംരക്ഷണ വലയത്തിലാണ് നമ്മളുള്ളത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അപ്പൊ അള്ളാഹ് നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്. പിന്നെ ഭൂമി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അവയവങ്ങൾ തന്നെ ഓരോന്നും അതെന്താക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. നമ്മൾ മറന്നാലും ഇതൊന്നും എന്തായാലും മറക്കൂല. അതിനപ്പുറം ഒരു രേഖയുമുണ്ട് നമുക്ക്. മലക്കുകൾ എല്ലാം രേഖപ്പെടുത്തേണ്ടതാണ്. ആ കടമ്പ കടക്കാതെ ഒരു കുട്ടി എന്താവൂല, പരലോകത്തോട് കഴിച്ചലാവൂല. അതിലെല്ലാം ഉണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത ആയത്ത്. ആ രേഖന്റെ മുമ്പിലേക്ക് പോകുന്ന രൂപമാണ് അടുത്തത്. എങ്ങനെ ഓതണ്ടേ? യൗമഇദി യസ്തുറുന്നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും. എങ്ങനെ? യൗമഇദി യസ്തുറുന്നാസു അശ്താതൻ ലിയുറൗ എന്ന് പറയുന്നത് അഅ്മാലഹും. ഒന്ന് നോക്കി നോക്കി കിട്ടുമോട്ടെ. യൗമഇദി യസ്തുറുന്നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും. യൗമഇദി നേരത്തെ പറഞ്ഞു, അർത്ഥങ്ങളാ പറഞ്ഞത് എനിക്ക്. എന്താ? അയ്വാ, അന്നത്തെ ദിവസം. യസ്തുറുന്നാസു, സ്വദറ യസ്തുർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പുറപ്പെടലിന് പറയാം, പുറപ്പെടുക. ഓക്കെ, ജനങ്ങൾ എന്താക്കും? പുറപ്പെടും. എങ്ങനെ പുറപ്പെടും? അശ്താതൻ. അശ്താതൻ എന്ന് പറഞ്ഞാല് സംഘങ്ങളായി എന്നാണ്. സംഘങ്ങളായി ജനങ്ങൾ പുറപ്പെടും. എവിടുന്ന് പുറപ്പെടുന്നു പറയും, ഖബറിന്ന് പുറപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അശ്താതൻ, സംഘങ്ങളായി. എന്തിന്? ലി യുറൗ, കാണിക്കപ്പെടാൻ വേണ്ടി. എന്ത് കാണിക്കപ്പെടാൻ വേണ്ടി? അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്താലും ഈ കണ്ട രേഖകളൊക്കെ അവിടെ റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? റബ്ബ് സാക്ഷി, ഭൂമി സാക്ഷി, കൈകാലുകൾ സാക്ഷി, കണ്ണ് കാത് ശരീരം മുഴുവൻ സാക്ഷി, അതിനും അപ്പുറത്ത് രേഖ സാക്ഷി. ഇതിലാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ ഉള്ളത്. അത് കാണാൻ വേണ്ടി, അത് കാണിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പോകും. ഖബറിൽ നിന്നും കൂട്ടം കൂട്ടങ്ങളായി പോകും. ആ പോക്കിനെ കുറിച്ച് സൂറത്ത് മറിയമിൽ റഹ്മാനായ റബ്ബ് പറഞ്ഞു. ആ മഹ്ശറിലേക്കുള്ള പോക്കിനെ കുറിച്ച് റബ്ബ് പറയാണ്, യൗമ നഹ്ശുറുൽ മുത്തഖീൻ. ഈ പോകുന്ന കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? മുത്തഖീങ്ങളായ അടിമകളുണ്ട്, കാഫിറുകളായ ആളുകളുണ്ട് അല്ലെ? അവിശ്വാസികളും വിശ്വാസികളും കൂടുതൽ അറ്റം ടോപ്പ് ദർജയിലെത്തിയ മുത്തഖീങ്ങളൊക്കെ ഉണ്ട്. എല്ലാരും പാടെയാണ് പോണേ, എല്ലാരും പാടെയാണ് പോണേ. പോണതൊക്കെ ഒരേപോലെയാണ്. പക്ഷെ റഹ്മാനായ റബ്ബ് കൊണ്ടേ നിർത്തുന്ന ഇടം വേറെയാണ്. എന്താ? യൗമ നഹ്ശുറുൽ മുത്തഖീന, മുത്തഖീങ്ങളായ അടിമകളെ നാം എന്താക്കും? ഒരുമിച്ച് കൂട്ടും. എങ്ങനെ? ഇലർ റഹ്മാനി വഫ്ദാ, അള്ളാഹുവിന്റെ അരികിലേക്ക്. അവിടെ ഉപയോഗിച്ച പദം റഹ്മാൻ എന്നാണ്. അതിലൊരു ഗുട്ടൻസ് ഉണ്ട്, ഒരു ഹിക്മത്തുണ്ട്. അവര് പോകുന്നത് അള്ളാന്റെ റഹ്മത്തിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. ആ പോക്ക് അള്ളാഹ് എന്ന് പറഞ്ഞാൽ വേറൊരു പേരും പറയാതെ എന്ത് പറഞ്ഞു? റഹ്മാൻ എന്നാണ് പറഞ്ഞത്. ആ പേര് അവിടെ സൂചിപ്പതിൽ ഹിക്മത്തുണ്ട് പ്രിയമുള്ളവരെ. ഏതാ? അള്ളാന്റെ റഹ്മത്തിലേക്കാണ് പോകുന്നത്. പരലോക ജീവിതത്തിലെ രക്ഷപ്പെടലിന്റെ മൂലക്കല്ലാണ് റഹ്മത്തുള്ളാഹ്. അൽ ജന്നത്തു റഹ്മത്തുള്ളാഹ്. സ്വർഗം എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്തതിന്റെ എന്തല്ല, പകരത്തിന് പകരല്ല, അത് അള്ളാന്റെ റഹ്മത്താണ്. അള്ളാന്റെ ഔദാര്യം കൊണ്ട് തരുന്നതാണ്.
ലയുദ്ഖില അഹദുക്കും അമലുഹു അൽ ജന്നത. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ ആരും എന്താക്കൂല, നിങ്ങളെ കർമ്മങ്ങൾ സ്വർഗ്ഗത്തേക്ക് എത്തിക്കൂലായിരുന്നു. സ്വഹാബകൾ ഉടനെ ചോദിച്ചു, വലാൻ തയ്യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ കാര്യം കൂടി റസൂൽ, നിങ്ങൾക്ക് വെച്ചു. ഇല്ല അയ്യത്തഗമ്മദനി അല്ലാഹു ബിഫളി മിൻഹു വറഹ്മ. ഇൻകും, ഇന്റെ കാര്യം അതന്നെയാണ്. എന്താ കാര്യം? അള്ളാന്റെ റഹ്മത്ത്, അള്ളാന്റെ ഔദാര്യം ഈ മുഹമ്മദിന് വാരി പുണഞ്ഞാലല്ലാതെ എനിക്ക് പോലും സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുകയില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇന്ത്യയുടെ അവസ്ഥ എന്താ? അതുകൊണ്ടാണ് അല്ലാഹു മഗ്ഫിർലഹു വർഹംഹു, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ, അല്ലാഹു മഗ്ഫിർലഹു വർഹംഹു. അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. യഗ്ഫിർലഹു എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കണമെന്നാണ്. പുറത്തു കൊടുക്കുന്നതോടെ നരകമോചനം സാധ്യമായി. വർഹംഹു എന്ന് പറഞ്ഞാല് നീ കരുണ കാണിക്കണമെങ്കിൽ സ്വർഗത്ത് കിടക്കാൻ പറ്റുള്ളൂ. മഗ്ഫിറത്തും റഹ്മത്തും പറഞ്ഞില്ലേ, അല്ലെ? റഹിമഹുല്ലാ നമ്മൾ പറയും, അല്ലെ? അല്ല കരുണ ചൊരിയട്ടെ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അതിന്റെ അർത്ഥം? അല്ല സ്വർഗം കൊടുക്കട്ടെ എന്നാണ്, പ്രാർത്ഥനയാണ്. അപ്പൊ എടുക്കാൻ പോണ മുത്തക്കങ്ങൾ റഹ്മാനിലേക്ക് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റഹ്മത്തിലേക്ക്. എങ്ങനെ? വഫ്ദ, സംഘങ്ങളായിട്ട് പോവുകയാണ്. അൽഹംദുലില്ലാ, അള്ളാന്റെ ഇഷ്ടദാസന്മാരായി അള്ളാന്റെ അരികിലേക്ക് വഫ്ദായി സംഘമായി നമ്മൾ പോവുകയാണ്. റബ്ബ് ആ മുത്തക്കകൾ നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പറഞ്ഞു വനസൂക്കു, ഉടനെ തന്നെ പറഞ്ഞു വനസൂക്കു, നാം തെളിച്ചു കൊണ്ടുപോകുന്ന പറയാം. സായിക്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈവറിനെ പറയാം. സായിക്ക്, സാക്കൈസൂക്ക് പറഞ്ഞാൽ എന്താണ്? തെളിച്ചുകൊണ്ടുക. അപ്പൊ നാം തെളിച്ചുകൊണ്ടു ആരെ? മുജ്രിമീൻ. മാമാന മുജ്രിമീൻ, അയ്വ കുറ്റവാളികൾ, അല്ലെ? കുറ്റവാളികൾ നാം എന്നെ കൊണ്ടുപോകും. എവിടേക്ക്? എവിടേക്ക്? അവിടെ ഒരു റബ്ബിലേക്ക് എന്നല്ല പറഞ്ഞു. ഇലാ ജഹന്നമ വിർദാ, ഇലാ ജഹന്നമ വിർദാ, ജഹന്നമിലേക്ക്, കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക്. വിർദ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? വിർദ എന്ന് പറഞ്ഞാല് ദാഹിച്ച അവശരായിട്ട്, വിശന്ന് പൊരിഞ്ഞ് ദാഹിച്ച അവശരായി എല്ലാ നിലക്കും നിന്ദ്യത അനുഭവിച്ചുകൊണ്ട് ആ മനുഷ്യരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ലാ യംലികൂന ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദ റഹ്മാനി അഹദാ. അല്ലാഹുവിന്റെ അരികിൽ ഒരു കരാറുള്ളവൻക്കല്ലാതെ അന്നത്തെ ദിവസം എന്തില്ല? ശഫാഅത്ത് കിട്ടൂല എന്നാണ്. അപ്പൊ ലിയുറഉ അഅമാലു യൗമ യസ്തുറുൻ നാസു അഷ്താതൻ എന്ന് പറഞ്ഞില്ലേ, കൂട്ടം കൂട്ടങ്ങളായിട്ട് പോകുക എന്ന് പറയുമ്പോൾ പോക്കിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. മുത്തഖീങ്ങൾ പോകുന്നത് അള്ളാന്റെ റഹ്മത്തിലേക്ക്, സുബ്ഹാനല്ലാഹ്. മുജ്രിമീങ്ങൾ പോകുന്നത് അള്ളാഹ് ഒരുക്കി വെച്ച ജഹന്നമിലേക്ക്. ഒന്നുകിൽ സ്വർഗാവകാശികളായി അല്ലെങ്കിൽ നരകാവകാശികളായിട്ട് പോകും. എന്തിനാ പോണത്? ലിയുറഉ അഅമാലഹും, അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടി. അപ്പൊ എങ്ങനെ കാണിക്കപ്പെടുക? ആദ്യം എന്ത് ചെയ്യും? ഗ്രന്ഥം കൊടുക്കും. എന്നിട്ട് എന്താ അള്ളാഹ് പറയാ? ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. അർത്ഥം ഇഖ്റഅ കിതാബക, ഈ വായിച്ചു എന്റെ ഗ്രന്ഥം എന്നാണ്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, നിന്നെ വിചാരണ ചെയ്യാൻ ഈ ഗ്രന്ഥം തന്നെ മതിയെന്ന്. അവിടെ നോക്കാം. മാലി ഹാദൽ കിതാബ്, ബാക്കി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പടച്ചോനെ, എന്താണ് ഇത്? ഇതിലൊന്നും വിട്ടിട്ടില്ലല്ലോ. ഉമ്മാനോട് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, അത് ഇവിടെ ഉണ്ടല്ലോ. മനസ്സിലായില്ലേ? ആ ഗ്രന്ഥം ഉണ്ടല്ലോ. അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു, ആ ഗ്രന്ഥം കിട്ടുന്ന സമയത്ത് എന്തൊക്കെയായാലും ഉണ്ടാകാന്നറിയോ? പൊറുക്കപ്പെടാത്ത പാപങ്ങൾ അതിലുണ്ടാവും, നഷ്ടപ്പെടാത്ത നന്മകൾ ഉണ്ടാവും. അപ്പൊ ജീവിതത്തിൽ പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ രേഖയിൽ അതൊക്കെ പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ചെയ്തു കൂട്ടിയത് എല്ലാവരും ഉണ്ടാവില്ല. പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ എന്താവും? എന്ന രേഖയിൽ പോയിട്ടുണ്ടാവും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം പോലെ അവസരങ്ങൾ നമുക്ക് പൊരുത്തപ്പെടിപ്പിക്കാൻ, അല്ലെ? പുറത്ത് കിട്ടാൻ വേണ്ടി ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് പറയില്ലേ? ഒരു ഹജ്ജ് ആയുസ്സിലെ എല്ലാ തെറ്റുകളെയും പൊരുത്തപ്പെടിപ്പിക്കുന്ന സാധനമാണ്. അപ്പൊ അവിടെ എത്തുമ്പോൾ എന്തുണ്ടാവില്ല? ഹജ്ജ് ശരിക്കും നിർവഹിച്ച ഒരാൾക്ക് ഇൻഷാ അല്ലാഹ് റബ്ബ് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? ആ പാപങ്ങളൊന്നും ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാവും. അൽഹംദുലില്ലാഹ്. ആ ഗ്രന്ഥത്തിൽ ഒന്നും ഉണ്ടാവില്ല. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ എന്താ ഉണ്ടാകുക? അവസരങ്ങൾ പടച്ച റബ്ബ് ഒന്നിനു പിറകെ ഒന്നൊന്നായി ചെറുതും വലുതുമായി ഒക്കെ കൊടുത്തു.
അത് ശരിയാവണ്ണം ഉപയോഗപ്പെടുത്താതെ പാപങ്ങളുമായി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. പൊറുക്കപ്പെട്ട പാപങ്ങളൊക്കെ പടച്ചോദം എന്താക്കിയാണ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അൽഹംദുലില്ലാ, റബ്ബ് വിശാലമായ മഗ്ഫിറത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് തവ്വാബാണ് അല്ലെ, റബ്ബ് ഗഫൂറാണ്, ഗാഫിറാണ്. ഇതൊക്കെ എന്തിനാ നമ്മളെ പഠിപ്പിക്കുന്നത്? ചോദിക്കാനാണ്. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലേ, അല്ലാഹുമ്മ ഗഫിർ ലി ദംബി കുല്ല വദിഖ വജുല്ല വസിറ വഅലാനിയ തുടങ്ങിയ പ്രാർത്ഥനകൾ പതിവാക്കണം. പടച്ചോനെ എല്ലാ പാവങ്ങളും പുറത്തന്നെ റബ്ബേ, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും ഒക്കെ പുറത്തിരണേ അല്ലേ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തത തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനങ്ങളുടെ നേതാവ്. ഇതൊക്കെ നമുക്കുള്ള പ്രാർത്ഥനകളാണ്. അൽഹംദുലില്ലാ. റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള എന്താ പരിഹാരം എന്ന് പറഞ്ഞത്. റമദാൻ കഴിഞ്ഞിട്ട് അടുത്ത റമദാൻ ശരിയാവണ്ണം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനിടയിൽ സംഭവിച്ച എല്ലാ ചെറുതെറ്റുകൾക്കൊക്കെ എന്താ അത് പോകുന്നതാണ്. അപ്പൊ ബോധപൂർവം തെറ്റുകൾ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഇൻ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. അതേപോലെ തന്നെ തെറ്റിനെ മായ്പിക്കാനുള്ള മറ്റൊരു ഇടമാണ് എന്ത്, ഒരു ഐഡിയ ആണ് എന്ത്, ഇന്നൽ ഹസനാത്തി ബറക്കല്ലാഹു ഫീക്കും യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്തെ നമ്മുടെ ഗ്രന്ഥം കൈമാറപ്പെടുമ്പോൾ അതിൽ ഒന്നും ഉണ്ടാവില്ല, തെറ്റുകൾ ഉണ്ടാവില്ല എന്നാണ്. നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയും. പൊളിഞ്ഞു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ശിർക്ക് ചെയ്യുക അല്ലെ, അതേപോലെ തന്നെ റിയാ, ലോകമാന്യത വരിക, കൊടുത്ത കാര്യം എടുത്തു പറയുക, ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. ഇതുവഴിയൊക്കെ എന്താവും, അമലുകൾ പോകും. അപ്പൊ അതൊന്നും ചെയ്യാതിരിക്കുക. പിന്നെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? മനം ഒരുക്കി പ്രാർത്ഥിക്കുക. റബ്ബനാ തഖബ്ബൽ മിന്നാ അല്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്കൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബലാ. പാപങ്ങൾ വന്നതൊക്കെ കളയണം, നമുക്ക് അമലുകൾ ചെയ്യാനായതൊക്കെ അവിടെ ഉണ്ടാകണം, അങ്ങോട്ട് പോകാൻ പറ്റണം. അപ്പൊ അങ്ങനെ തൂക്കി നോക്കുമ്പോ പാപങ്ങളുടെ ഏരിയ കനം കുറയണം. അല്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം അല്ലെ, അതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ പണിയെടുക്കണം. എല്ലാം അയച്ചുതരാൻ വേണ്ടി കണ്ട് ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അന്ന് അവിടെ അവശേഷിക്കുന്നത് എന്താണോ അത് വെച്ചിട്ടാണ് പിന്നെ അടുത്ത കളി. ഏതാ? വിചാരണ. അപ്പൊ ഇപ്പൊ തന്നെ വിചാരണക്ക് വേണ്ടി ശരിക്കും ഒരുങ്ങി പേടിച്ച് ബേജാറായി ജീവിതത്തെ പരമാവധി സെറ്റ് ചെയ്ത് റബ്ബേ അതൊക്കെ ഒന്ന് ഒഴിവാക്കി. ചിലപ്പോൾ പല ആളുകളും എന്തെന്നറിയോ, വിചാരണ ഇല്ലാതെ തന്നെ സ്വർഗത്ത് പോണ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അല്ലാഹു അവരിൽ ഒരിടം നൽകി നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്താ വെച്ച് കഴിഞ്ഞാല് സിമ്പിളായുള്ള വിചാരണ ഉണ്ട്. എന്താ സിമ്പിളായുള്ള വിചാരണ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വിശ്വാസ അമ്മൽ മുഅ്മിനു ഫഇന്നല്ലാഹ തആല യഖ്ലു ബിഹി വഹദഹ്, ഓരോന്നിനെ ഒഴിച്ചുകൊണ്ടുപോകുന്നതാണ് അല്ലാഹു. ഇത് ചോദിക്കും വയുഖർറിറുഹു ബിദുനൂബിഹി വയഖൂൽ ഫഅൽത കദാ വഫഅൽത കദാ വഫഅൽത കദാ. എന്താ ഒന്നുകൂടി മാറ്റി ഇങ്ങോട്ട് പറയും, ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടില്ലേ, ഇതൊക്കെ ചെയ്തല്ലേ, 3 തവണ ആവർത്തിക്കുന്നുണ്ട്. അവനൊക്കെ അംഗീകരിക്കും, തുറന്നു സമ്മതിക്കും പടച്ചോനെ ചെയ്തു. അവന്റെ ഉള്ളിങ്ങനെ പടക്കുണ്ടാവുന്നതാണ്. റബ്ബാണാ ചോദിക്കണേ, ഒന്ന് ഒഴിച്ചോടെ ചോദിക്കണം, വേറെ ആരും അറിയണില്ല. എന്നിട്ട് പറയും അവന്റെ മനസ്സിൽ തീരുമാനമായി കഴിഞ്ഞു, കിഞ്ഞു പോകാനുള്ളത് റബ്ബിനെ ഒഴിച്ചോണ്ട് ഇങ്ങോട്ട് പറഞ്ഞ് ഒക്കെ പിടികൂടിക്കണേ, എന്റെ കഥ കഴിഞ്ഞു എന്ന് വിരിക്കുമ്പോ അവൻ നോട് റബ്ബ് പറയുന്നതാണ്, സുബ്ഹാനല്ലാഹ് ഇന്നി ഖദ് സതർതുഹാ അലൈക ഫിദ്ദുനിയാ വഅന അഗ്ഫിറുഹാ ലകൽ യൗമ. ഇതുവരെ ഞാൻ ആ പാപം ഞാൻ കാണാഞ്ഞിട്ടൊന്നല്ല, ഞാൻ മറച്ചതാണ്. എൻ്റെ പെരക്കാരത്തിന് ഞാൻ അറിയിച്ചിട്ടില്ല, എൻ്റെ കുട്ടികളും മക്കളോടൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല, എൻ്റെ സഹപ്രവർത്തകൻ ആരും അറിഞ്ഞിട്ടില്ല. വീട്ടിലും നാട്ടിലും മേട്ടിലും എനിക്ക് നല്ല പേരുണ്ടായിരുന്നു, ഞാനായിട്ടത് കുളം തോണ്ടിയിട്ടില്ല, ഞാൻ മറച്ചു വെച്ചു. എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അത് മറച്ചാണ്. ഈ വന്ന തെറ്റിനൊക്കെ പരമാവധി പൊരുത്തിടാൻ വേണ്ടി കണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കൈയിട്ട മനസ്സിലായതുകൊണ്ട് ഞാൻ പലതും എന്താക്കിയാണ് എന്നെ മാനിച്ചതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ എന്താക്കുന്നു, കാണാതെ പോയിട്ടില്ല, അറിഞ്ഞോ, പക്ഷെ ഇന്നത്തെ ദിവസം ഞാനത് എനിക്ക് പുറത്തു തരുന്നു. അപ്പോഴാണ് അവൻ്റെ മനസ്സിലൊന്ന് ആ നെടുവീർപ്പൊന്ന് വീഴാന്നാണ്. അള്ളാഹു അവരിലെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇപ്പൊ എന്താ അറിയോ, അത് കഴിയണ വരെ ബേജാറ് തന്നെയാണ്.
ഒരു റിസൾട്ട് വന്നും കണ്ട് ഒരു കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് ആ റിസൾട്ട് ഇങ്ങനെ വരുമ്പോൾ അല്ലാതെ പേപ്പർ ഇങ്ങനെ കങ് 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 പറഞ്ഞ ആ പേപ്പർ ഇങ്ങനെ വരുമ്പോ അല്ലേ അതിങ്ങനെയാണ് നീറിന വേറെ പേജാറിനല്ലേ അല്ലേ അവിടെ തെളിഞ്ഞിട്ട് എല്ലാ വിഷയങ്ങളും വേറെ സാധനമല്ലോ അതിനേക്കാൾ അപ്പുറത്താണ് ഇത് തീരുമാനമാകണം. കാരണം ഇതൊക്കെ നടക്കുമ്പോൾ കാണുകയാണ് അപ്പുറത്തെ നരകം ഇങ്ങനെ കത്തി ജ്വലിക്കണ ഇങ്ങനെ ഇങ്ങനെ തീഗോളങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പരസ്പരം വിഴുങ്ങണ രംഗങ്ങൾ ഇങ്ങനെ കാണുകയാണ്. സ്വർഗത്തിന്റെ പരിമളങ്ങൾ, സ്വർഗത്തിന്റെ സുഖാഡംബരങ്ങൾ ഇങ്ങനെ കാണുകയാണ്. ഇതിന്റെ ഇടയിൽ നിന്നാണ് ഈ സാധനം നടക്കണേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഉറപ്പാണ് പാളിയാല് ഇങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി ഇവിടേക്ക് എത്തണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന കാഫിറിനെ കുറിച്ചിട്ടോ, അമ്മൽ കാഫിർ വൽ ഇയാദു ബില്ലാഹ് ഫഇന്നഹു ലാ യുആമലു ഹാദിൽ മുആമല. ഓൻക്ക് യാതൊരു പരിപാടിയില്ല, ഓൻക്ക് യാതൊരു പരിപാടിയില്ല. ബൽ യുനാദാ അലാ റൂസിൽ അഷ്ഹാദ്. എല്ലാവരും സമീക്ഷം അവനോട് വിളിക്കും, കൊണ്ടാകാൻ വേണ്ടി പറയും. അവനക്ക് വിചാരണയില്ല. വിചാരണ മുനാഫിക്കിനും മുഅ്മിനും മാത്രമേ ഉള്ളൂ. കാഫിറിന് വേറെ വിചാരണമൊന്നുമില്ല, നേരെ കൊണ്ടുപോകലാണ്. സുബ്ഹാനല്ലാഹ്. വിചാരം രക്ഷപ്പെടാൻ നമ്മൾ കുഞ്ഞിയെ പ്രാർത്ഥനയുണ്ട്. ഏതാ? അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. ഏതാ പ്രാർത്ഥന? അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. പടച്ചോനെ എന്നെ വിചാരണ ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളായുള്ള വിചാരണ. അതേതാ? നേരത്തെ പറഞ്ഞതുപോലെ രേഖകളൊക്കെ വേഗം ഉണ്ട്, അല്ലെ അറള് എന്ന് പറഞ്ഞു ജസ്റ്റ് നോക്കുക. ഇങ്ങനെ പിടിച്ചും കണ്ടൊരു നോട്ടല്ല, വേഗം കണ്ടിങ്ങനെ നോക്കിയിട്ട് കടമട നിർവഹിക്കുന്ന രൂപത്തിൽ. അതൊക്കെ അതൊക്കെ ഒരു സമാനമായ അർത്ഥങ്ങൾ നൽകുന്ന പ്രാർത്ഥനകളാണ്. യസ്സിർ ഹിസാബി എന്ന് പറഞ്ഞാൽ എളുപ്പാക്കണമെന്നാണ്. ഹാസിബിന് ഹിസാബ് യസ്സിറിന്റെ വേറൊരു ഫോർമാറ്റ് ആണ്. ഏതാണ്? അതെനിക്കറിയില്ല, ഏതാണ് ഉത്തമം എനിക്കറിയില്ല. ഇത് പിന്നെ ഹാസിബിന് ഹിസാബ് യസീർ എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളൊരു ദുആ. ഇതന്നെ പറയണമെന്നൊന്നുമില്ല, സമാനമായ ഏത് ദുആകളും എന്താക്കാം, പറയാം. ആ ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മൾ എന്താക്കലാണ്, ആ വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഒരു പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. ശരി, എന്നിട്ടോ അപ്പൊ എന്തായി വന്നു വിചാരണ, ആ രേഖകൾ കൈമാറി. അപ്പൊ എന്താ സംഭവിക്കുക? യെസ്, ഒഴുതി. فمن يعمل مثقال ذرة خيرا يره. എന്നോതുണ്ട് فمن يعمل فمن يعمل مثقال ذرة خيرا يره. എന്താ? ഫമൻ, അപ്പോൾ ഏതൊരുത്തനാണോ യഅമൽ. യഅമൽ എന്ന് പറഞ്ഞാല് അമൽ എടുത്തത്, ആരാണോ പ്രവർത്തിച്ചത്, എന്ത് പ്രവർത്തിച്ചു? മിസ്കാല ദർറ. മിസ്കാല ദർറ നമ്മളെ മലയാളത്തിൽ നമ്മൾ പറയും അണ്ണും മണി തൂക്കെന്ന് പറയും അല്ലേ? അണ്ണും മണി തൂക്കെന്ന് പറയും. പണ്ഡിതന്മാരതിനെ ശറഹ് ചെയ്തപ്പോൾ പറഞ്ഞെന്താ അറിയോ? ഉറുമ്പിന്റെ കാലടി ഇല്ലേ, ഉറുമ്പിന്റെ കാല് അല്ലേ? ഉറുമ്പിന്റെ കാല് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരിക, അത് നമ്മുടെ പരിമിതിയാണ്. ഉറുമ്പന്നെ അകത്തുള്ളൂ, അതിന്റെ കാലത്ര ഉണ്ടാവും. പിന്നെ പറഞ്ഞു നമ്മളിങ്ങനെ ഈ സൂര്യപ്രകാശങ്ങൾ വരുമ്പോൾ അതിലിങ്ങനെ പൊടിപ്പടലങ്ങൾ ഇങ്ങനെ ഉണ്ടാവില്ലേ, ഇങ്ങനെ പാറി പറഞ്ഞ സാധനമല്ലേ, നമ്മളിങ്ങനെ രാത്രി ലൈറ്റ് കടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവില്ലേ പൊടിപ്പടലങ്ങൾ. അത്ര ഉള്ളതാണെന്നുണ്ടെങ്കിലും അതാണ് മിസ്കാല ദർറ എന്നൊക്കെ പറഞ്ഞാല്. അത്ര ചെറിയൊരു കാര്യം, ഒരു ഖൈർ ഉണ്ടെങ്കിൽ യറഹ് എന്ന് പറഞ്ഞെന്താ, അത് അവനവിടെ കാണുന്നു. അപ്പൊ എന്താണ് രേഖന്റെ ഊക്കാല് ചൊക്കി? നമ്മൾ ചിലപ്പോ വലിയൊരു സാധനം കൊടുത്ത പോലെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ പള്ളിക്ക് ഇങ്ങോട്ട് കൊടുത്തു, ഞാനോ എപ്പോ? നമ്മളൊക്കെ മറന്നിട്ടുണ്ടാവും, നമ്മൾ മറക്കണം. കൊടുത്തൊന്നും ഇങ്ങനെ ചെയ്തൊന്നും നമുക്ക് അങ്ങനെ വല്ല ഓർമ്മ ഒക്കെ ഉണ്ടാ. അപ്പൊ കുറെ ചെയ്തു തോന്നുള്ളൂ അല്ലേ? യെസ്. അപ്പൊ എന്താ, ഒരു അണുമണി തൂക്കൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതടക്കൂടെ കാണും. അതേപോലെ തന്നെ ഷർറ് വന്നിട്ടുണ്ടെങ്കിൽ അതും കാണുമെന്ന്. അപ്പൊ അല്ലാഹ് നീതിമാനാണ്. പക്ഷെ ഏത് ഷർറേ കാണുള്ളൂ, അതാണ് നമുക്കൊരു ആശ്വാസം. ചെയ്തൊക്കെയും കാണിക്കൂല,
കണ്ണടക്കണതിന്റെ മുമ്പ് അവസാന തൗബയിൽ എന്തെങ്കിലുമൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ചെന്നും കാണാണ് കാണിച്ചു തരുള്ളൂ. അൽഹംദുലില്ലാ. അതുകൊണ്ട് നമുക്കൊരു ആശ്വാസം അതാണ്. തെറ്റിൽ നിന്നും തൗബ ചെയ്തവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബല. ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നു, ഹിദായത്തിലേക്ക് വരുന്നു, ആ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടെ മുഴുവൻ തെറ്റുകളെയും തകർത്ത് തരിപ്പണാക്കുന്നു. അൽഹംദുലില്ലാ. യെസ്. അപ്പോ ഇത് നമുക്ക് കിട്ടേണ്ട കാര്യം എന്താ വെച്ചാല് എല്ലാം അണ്ണും മണി തൂക്കം നന്മ ഉണ്ടെങ്കിൽ അത് കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തുള്ള എന്തായാലും കാണുമല്ലോ. അതാ റബ്ബ് സൂറത്തുൽ ആൽ ഇംറാനിൽ പറഞ്ഞ എല്ലാം കാണിക്കുന്നതാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറാ. അവന്റെ മുമ്പിൽ ഹാദിറാക്കപ്പെടുന്നതാണ്. എല്ലാ ആളുകൾക്കും ഒരു ചെയ്തൊക്കെ കാണുന്നതാണ്. വമാ അമിലത് മിൻ സൂഇൻ. തെറ്റ് ചെയ്താൽ അതും കാണുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ വിചാരിക്ക തവദ്ദു ലൗ അന്ന ബൈനഹു വബൈനഹു അമദൻ ബഈദാ. ആ തെറ്റുകൾ ഇങ്ങനെ കാണുമ്പോഴാണ് അവനിങ്ങനെ ആഗ്രഹിച്ചു പോകും, ഈ തെറ്റുകൾക്കും എനിക്കും ഇടയിൽ വലിയൊരു അന്തരമുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ ചിന്തിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ ആലോചിക്കുക, പടച്ചോ ഇതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാണ് അല്ലേ, ഇതൊക്കെ ഞാൻ ചെയ്തത് തന്നെയാണെന്നല്ലേ. പ്രിയമുള്ളവരെ, ഇതൊക്കെ പറയുമ്പോൾ റബ്ബിനെ കുറിച്ച് പറയുന്നതെന്നറിയോ? സൂറത്ത് നിസായിൽ 40 പറഞ്ഞു, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. അണു അളവ് പോലും അള്ളാഹ് എന്താക്കും, ഒരു അനീതി കാണിക്കൂല. നമ്മൾ ചെയ്യാത്തൊരു തെറ്റ് നമ്മുടെ അടുത്ത് വരവ് വെക്കൂല. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യാത്തൊരു തെറ്റ് എന്താക്കൂല, പടച്ച നമ്മളടുത്ത് വരവ് വെക്കൂല. ഒരു അണുമണി തൂക്കം അവിടെ രേഖയിലുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണമായ ഉത്തരവാദി ആരാ? നമ്മൾ തന്നെയാണ്. പടച്ചം കണ്ടമാന അവസരം തന്നു, എന്നിട്ടും അതിൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ നമ്മൾ തന്നെയാണ് പ്രശ്നക്കാരൻ. അള്ളാഹു അത്തരം ഹതഭാഗ്യന്മാരിൽ നിന്ന് പടച്ചം നമ്മളെ കഴിച്ചിലാക്കി തെരുമാറാകട്ടെ. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിന് ശരിക്കും പറഞ്ഞു, ഇതെന്തിനാ റബ്ബ് ഈ പറച്ചല് വഹാദാ ഫീഹി അത്തർഗീബു ഫീ ഫിഅലിൽ ഖൈർ വലൗ ഖലീല. അദ്ദേഹം പറഞ്ഞു, ഇത് റബ്ബ് പറഞ്ഞതിൽ നമുക്കൊരു ഒരു മോട്ടിവേഷൻ ഉണ്ട് എന്നാണ്. എന്തിന്? എത്ര ചെറിയ നന്മയാണെന്നുണ്ടെങ്കിലും നിസാരാക്കേണ്ടതാണ്. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ. എന്താ? നന്മയിൽ ഒന്നിനെയും നീ നിസാരമായി കാണണ്ടട്ടോ. ഒരാളെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിച്ചാളി. നിന്റെ സഹോദരനെ കാണുമ്പോ ഒന്ന് മൈൻഡ് ആക്കണത് പോലെ നിനക്ക് നന്മയാണ് എന്ന്. സ്വതക്കനെ കുറിച്ച് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ എന്താ വരിക? കായ് കൊടുക്കണം മാത്രം. അത് മാത്രമൊന്നുമല്ല സ്വതക്ക. റസൂൽ കലിമത്തു സുറൂറിൻ തുദ്ഖിലു അലാ ഖൽബി അഖീക സ്വതക്ക. നീ നിന്റെ സുഹൃത്തിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന സന്തോഷം അലതല്ലുന്നൊരു വാക്കുപോലും സഹോദര നിനക്ക് സ്വതക്കയാണ് എന്ന്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ എവിടെ കാക്കങ്ങളെ കണ്ടിട്ട് കുറെ മാഷാഅല്ലാഹ് എന്താ മാർക്ക് ഉഷാറില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഇങ്ങനെ പറഞ്ഞ ഒരു പുഞ്ചിരിക്ക് അല്ലെ, ഒരു 2-3 സെക്കൻഡ് മുസാഫകത്ത് കൊടുത്തുകൊണ്ട് പിരിയുമ്പോഴേക്കും കണ്ടമാനം നന്മകളെ കയറുന്നത്, കണ്ടമാനം നന്മകളെ കയറുന്നത്, അടിച്ചു കയറാണ് നന്മകള്. ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ശരിക്ക് ഒന്നും നഷ്ടപ്പെടുത്തരുത്. യെസ്. അയൽവാസികൾ നന്മ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് സഹോദരിമാരെ വിളിച്ചു, യാ നിസാ അൽ മുസ്ലിമാത്ത്. 2 തവണ പറഞ്ഞു, മുസ്ലിമത്തായ സഹോദരിമാരെ, പെണ്ണുങ്ങളെ, ലാ തഹ്കിറന്ന ജാറത്തുൻ ലിജാറതിഹാ വലൗ ഫിർസന ഷാത്തിൻ. നിങ്ങളുടെ അയൽവാസിന്റെ വിഷയത്തിൽ നിങ്ങൾ ചെറുതായി കാണാം. എന്താ? ഒരു ആടിന്റെ കുളമ്പാണ് നിങ്ങൾ കറി വെച്ചതെങ്കിലും അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണെങ്കിലും അതിപ്പോ ആടിന്റെ കുളമ്പല്ല, ഈ കറിക്ക് ഇപ്പൊ ഒരാൾക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റിയതാ എന്ന് പറഞ്ഞിട്ട് ബാക്കോട്ട് അടിക്കണ്ട. ഒരു നല്ല സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായി കളി, കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കൊടുത്തിട്ട് കൂലി നേടിക്കളി എന്ന് പറഞ്ഞു. ഉരുവിനെ അറുത്തു, എല്ലാം കൊടുത്തു, കുളമ്പ് മാത്രം ബാക്കിയായി. അപ്പൊ എല്ലാം പോയില്ലേ, കുളമ്പ് മാത്രം ബാക്കിയായില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? കുളമ്പ് മാത്രം ബാക്കിയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞേ. കുളമ്പ് നമ്മുടെ അടുത്തല്ല ഉള്ളത്, ബാക്കിയൊക്കെ സ്വതക്കൊടുത്താൽ ശരിക്കും നമുക്ക് കിട്ടിക്കണം. അക്കൗണ്ടിൽ ക്രെഡിറ്റഡ് ആയിട്ടുള്ളത് അതാണ്. ശരിക്കും നമുക്ക് ആവേശം ഉണ്ടാവും. എപ്പോഴും അറിയോ, നമ്മൾ ചെയ്ത അമലുകളൊക്കെ പറയാൻ പറ്റുന്നറിയാം. ഞാൻ ബോധ്യപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് പറയട്ടാ, ഒരു മെസ്സേജ് വരുന്നത് കൂട്ടുക. ഓരോ പണിക്കുമ്പോഴേ നമ്മളിങ്ങനെ ക്രെഡിറ്റർ, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് 1000 rupees, അവൈലബിൾ ബാലൻസ് 2 lakhs. അപ്പൊ അടുത്തൊരു അമല് ചെയ്യാനുള്ള അടുത്തൊരു 1000 കൂടി എടുക്കാനുള്ള പണി നമുക്ക് ഉണ്ടാവില്ലേ, ഒരു ആവേശം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്ന ഒരു മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തിരിക്കും നമ്മുടെ കഥ, ഭയങ്കര ആവേശം ഉണ്ടാവും. ശരിക്കും എന്താ അറിയോ, നമ്മളിങ്ങനെ കാണണം. യുക്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പടച്ചോക്ക് പറ്റാത്ത സാഹചര്യം ഒന്നല്ല, ആണോ?
നമുക്കൊരു മെസ്സേജ് തരാൻ പഠിച്ചവർക്ക് അറിയാഞ്ഞിട്ടാണോ? പക്ഷെ പഠിച്ചത് ബ്ലോക്ക് ചെയ്തതാണ്. എന്തിന് തരാതെ തന്നെ കിട്ടുന്ന പോലെ എന്താക്കണം? അല്ലേ? അങ്ങനെ അതിനെ ഇഹ്സാൻ എന്ന് പറയാ. ഈമാന്റെയും ഇസ്ലാമിന്റെയും ഏറ്റവും ടോപ്പ് ദർജയാണ് ഇഹ്സാൻ. അത് നമ്മളിങ്ങനെ കാണണം. അതാണ് ഒരു പേജ് ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ അപ്പോൾ പൂട്ടിയേക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ട് വരണം. ഇൻഷാ അല്ലാഹ് റബ്ബ് സ്വീകരിച്ചാൽ ഏകദേശം 5000-6000 കൂലി. 15 വരിയുണ്ട് ഖുർആനിൽ മുസ്ഹഫിൽ. ഒരു വരിയിൽ ഏകദേശം ഒരു 35-40 ഇടയിൽ അക്ഷരങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 500-600 അടുത്ത് ഒരു പേജിൽ അക്ഷരങ്ങൾ ഉണ്ടാവും. മിനിമം ബേസിക് സാലറി വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 500 × 10 5000, 600 × 10 6000 എങ്കിൽ ഒരു പേജ് ഓതുമ്പോൾ 6000 കൂലി ഇൻഷാ അല്ലാഹ് എനിക്ക് കിട്ടി. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹി ബിഹംദി 100 തവണ ചൊല്ലിയാൽ 1000 കൂലി കിട്ടുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൊല്ലി നീച്ചു വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതലായി 1000 കിട്ടി, റബ്ബ് സ്വീകരിക്കണേ. ആ റേഞ്ചിലേക്ക് ഈമാനിനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ശരിക്ക്. അപ്പൊ എന്താ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് ഒരു നന്മയെയും ചെറുതായി കാണുന്ന സാഹചര്യം ഉണ്ടാകരുത് കേട്ടോ. എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എനിക്ക് ഉമ്മത്തിന് പ്രതിഫലം നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ ലിസ്റ്റ് എനിക്ക് കാണിക്കപ്പെട്ടു. അതിൽ ഞാൻ കണ്ടു, ഒരാൾ പള്ളിയിൽ ഇങ്ങനെ കയറിയപ്പോ ഒരു ചെറിയ എന്താ പറയാ മുടിന്റെ എന്തൊരു അവശിഷ്ടം കണ്ടപ്പോ അതിങ്ങനെ എടുത്തുങ്ങാണ്ട് അങ്ങനെ കൊണ്ടിട്ടല്ലേ, അതിന് വരെ കൂലി രേഖപ്പെടുത്തപ്പെട്ട് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പിന്നെ കുടുംബനാഥന്മാരെ വിളിച്ചു, കുടുംബനാഥന്മാരെ നിങ്ങൾ ചെയ്യുന്ന സ്വതക്കന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വതക്ക ഏതാ അറിയോ? അഫ്ദൽ സ്വതക്ക നിങ്ങളെ പേരയില് കുട്ടികൾക്ക് മക്കൾ തിന്നാൻ കൊടുക്കലാണെന്ന്. നമുക്ക് ഇന്നുവരെ തോന്നിക്കണോ അത്? എവിടെ ബാങ്ക് ബാലൻസ്? എന്ത് ബാങ്ക് ബാലൻസ്? ഒന്നും ഇല്ല കാക്കേ. 3-ാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും തുടങ്ങും കടം കയറലും കിട്ടി അല്ലേ? എല്ലാം കഴിഞ്ഞെന്ന് പറയാ, ഒന്നും കഴിഞ്ഞിട്ടില്ല. ഹലാലായ നിലക്ക് കുടുംബത്തെ നമ്മൾ ചെലവിന് കൊടുത്ത എല്ലാ മുതലും പടച്ചവന്റെ രേഖയ്ക്ക് എന്തായിട്ടുണ്ട്? നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കണേ, അവിടെ ക്രെഡിറ്റ് ആയിക്കണേ. ഇവിടെ ഡെബിറ്റ് ആയിക്കണേ, അവിടെ ക്രെഡിറ്റ് ആയിക്കണേ. ഇൻഷാ അല്ലാഹ് ഇതിനില്ല, നെയ്യത്ത് വേണം. ശരിയല്ലേ? കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും കൂലിണ്ട് പറയുമ്പോൾ ഇതൊക്കെ എന്തായാലും കിട്ടുമല്ലോ. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം ഒക്കെ ചെലവഴിച്ചിക്കാണ്, അതൊക്കെ കിട്ടും ഇൻഷാ അല്ലാഹ്. റബ്ബിനോടെ ഇടയ്ക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുങ്ങാണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെ ഒക്കെ ഒന്നും ഇങ്ങനെ ആലോചിക്കുക, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നമുക്ക് തന്നെ പറയണ്ടാകും, പടച്ചോൻ എൻ്റെ ഏറ്റവും വലിയ സമയം വെയിലും പുകയൊക്കെ കൊണ്ടുങ്ങാണ്ട് നമ്മൾ പുറത്തും ഒരു വെയിലും പുക കൊണ്ടുങ്ങാണ്ട് ഉള്ളിലുമാണ് അല്ലേ? യെസ്, കാലങ്ങളായിട്ട് തന്നെ പരിപാടി. രാവിലെ പാത്രം കഴുകുക, മുറ്റടിച്ചു വരിക, ഡ്രസ്സ് അലക്കുക, കഴുകുക, തിന്നുക, മോറുക, ഇതൊക്കെ തന്നെ പരിപാടി. കൂലിയുണ്ടോ? കൂലിയുണ്ടോ അമ്മമാരെ? ഉണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്ത് വേണമെന്നറിയോ? നെയ്യത്തുണ്ടാകണം. ഇതൊക്കെ അവിടെ കാണാനുള്ള മുതലുകളാണ്. ഇൻഷാ അല്ലാഹ് റബ്ബ് സ്വീകരിക്കട്ടെ. അപ്പൊ നന്മ ഒന്നുപോലും ഒഴിവാക്കാതെ ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മൾ കാണിക്കുക. പിന്നെയോ തിന്മകളും അങ്ങനെ തന്നെയാണ്. പാപങ്ങളെ ചെറുതായി കാണുന്നത് നല്ലോണം പേടിച്ചോട്ടോ. അള്ളാന്റെ ഭാഗത്ത് അതൊക്കെ അന്വേഷിക്കുക ഒരാളെ പടച്ചും തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ്. വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അറിയില്ല കേട്ടോ, അറിയില്ല. നമ്മൾ എത്ര തെറ്റാ ചെയ്തു കൂടുന്ന അറിയില്ല. നാവിനെ ശരിക്കും കൺട്രോൾ ചെയ്ത് നമ്മൾ പഠിക്കണം. നാവിന്റെ ഒരു സമ്പാദ്യമാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നരകത്തേക്ക് എത്തിക്കുക. വേഗം പറഞ്ഞു പോവുകയാണ്. ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുന്ന ഒരു അവയവം കണ്ണാണ്. കണ്ണിനെ സംരക്ഷിക്കാൻ, കണ്ണിനെ താഴ്ത്താനുള്ള കപ്പാസിറ്റി ഈമാനിക പവർ നമ്മൾ നേടിയുണ്ടല്ലോ. കണ്ടമോനം തെറ്റുകൾ നമ്മൾ സുരക്ഷിതനായിരിക്കും. മനസ്സിന് ശുദ്ധി ഉണ്ടാവും എപ്പോഴും. സ്ക്രോൾ ചെയ്തിട്ട് എല്ലോ നോക്കിക്കല്ല, കാണാൻ പാടുന്ന കണ്ണിനെ അടച്ച് നമ്മൾ പഠിക്കാനുള്ള തോഫീക്ക് നമുക്ക് കിട്ടിയാല് വലിയ കിട്ടലാണ്. വായടക്കാൻ പറ്റി. അതുകൊണ്ട് മൻകാന യുക്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ യസ്മത്. ഉണ്ടാണ്ടിരുന്നാളിന്ന് എന്ത് പറഞ്ഞാലും പിടികൂടുമെന്ന് ചോദിച്ചു. പിന്നല്ലാതെ അല്ലാഹു റസൂൽ പറഞ്ഞു, നാളെ പരലോകത്തിൽ മനുഷ്യനെ മുഖം കുത്തിയിട്ട് നരകത്ത് കൊണ്ടുപോയിരുന്നു. ഇല്ല ഹസാഇദു അൽസിനതിഹിം, അവരുടെ നാവിന്റെ സമ്പാദ്യങ്ങളാണെന്നാണ്. അതുകൊണ്ട് തെറ്റുകൾ കടന്നു വരുന്ന എല്ലാ മേഖലകളെ കുറിച്ച് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചാല് പലതുള്ളി പെരുവെള്ളം സാധനം നമ്മൾ പറയില്ലേ അല്ലേ? പലതുള്ളി പെരുവെള്ളം എന്ന് പറയില്ലേ? ഇത് കണക്കെടുപ്പ് എപ്പോഴും നടക്കണത് നാളെ പരലോകത്താണ്. ആയുസ് മൊത്തം എടുക്കുക.
അപ്പോൾ ഒരു ദിവസം ഒന്നേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ ദിവസം ഒന്നേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ദിവസം ഇപ്പം എന്തായി? രണ്ടായി. മൂന്നാം ഒരാഴ്ച ആയപ്പോൾ അത്യാവശ്യമായി, ഒരു മാസം അത്യാവശ്യം, ഒരു കൊല്ലയപ്പോൾ അത്യാവശ്യമായി. ആയുസ് മൊത്തം എടുക്കുമ്പോൾ വലിയൊരു കൂമ്പാരായി ഉണ്ടാവും. ഒറ്റ തെറ്റുകൊണ്ട് ജീവിതത്തിൽ വന്ന ഒരു വീക്ക്നെസ് കൊണ്ട് ചില പരലോകം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. നമുക്കറിയില്ല ഏത് തെറ്റും നമ്മൾ പിടികൂടുക എന്നുള്ളത്. ഒരു പൂച്ചനെ കെട്ടിയിട്ട് അല്ലെ ഭക്ഷണം കൊടുക്കാതെ കൊന്നതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്ത് പോയ കഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു പൂച്ചക്ക് നന്മ ചെയ്തതിന്റെ വിഷയത്തില്, പിന്നെ ഒരു മിണ്ടാപ്രാണിക്ക് നന്മ ചെയ്തതിന്റെ വിഷയത്തില് സ്വർഗത്ത് പോയ കഥ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് അമലാണ് നമുക്ക് പ്രതികൂലമായി ബാധിക്കാൻ നമുക്കറിയില്ല. ഏത് അമലാണ് റബ്ബിനെ സന്തോഷപ്പെടുത്തി നമുക്ക് സ്വർഗം നേടിത്തരാൻ നമുക്ക് പറയാൻ പറ്റൂല. അപ്പോ ശക്തമായൊരു ജാഗ്രത നമുക്ക് ഉണ്ടാകണം. ഒരു നന്മയെയും നാം നിസ്സാരവൽക്കരിക്കാതെ പരമാവധി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഒരു തെറ്റിനെയും നിസ്സാരവൽക്കരിക്കാതെ പരമാവധി എല്ലാവരും അകലാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് പറയുമ്പോഴും ഒന്ന് ചിന്തിക്കുക. നാവിനെ കൺട്രോൾ ചെയ്യുക, കണ്ണിനെ കൺട്രോൾ ചെയ്യുക, പരമാവധി സമ്പത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആ നിലക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് സൂറത്തിൽ പറഞ്ഞതുപോലെയുള്ള ഒരു വിജയം ഇൻഷാ അള്ളാഹ് തൗഫീഖോടുകൂടി നമുക്ക് കിട്ടും. കുഞ്ഞ സൂറത്താണ്, 8 ആയത്താണ്. വിശാലമായ ഒരു ഏരിയയിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോയത് അല്ലേ. അന്ത്യനാൾ മുതൽ അങ്ങോട്ട് ഖബറിൽ നിന്ന് എണീക്കുന്ന മുതൽ അങ്ങോട്ട് കൊണ്ടുപോകുന്ന രൂപം, അവിടെ എത്തിയാൽ ആദ്യം എന്ത് പിന്നെ എന്ത്, നമ്മുടെ രേഖകൾ കൈമാറുന്ന അവസ്ഥകളൊക്കെ സൂചിപ്പിച്ചു. അവസാനം നമുക്ക് നല്ലൊരു സന്ദേശം നൽകി, നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് പേടിച്ചിങ്ങാണ്ട് എന്തായിക്കളും ജീവിച്ചാളി. ഒരു തെറ്റും നിസാരമല്ല, ഒരു നന്മയും നിസാരവൽക്കരിക്കണ്ട. ജീവിതത്തിന് തൗഫീഖിന് വേണ്ടി ചോദിച്ചാളി. നമ്മുടെ ജീവിതം എന്നുള്ളത് നന്മകൾക്ക് വേണ്ടി, നന്മകളാൽ നിബിഡമായ ജീവിതമാക്കിയെടുക്കാൻ കഴിയണം. തെറ്റുകളിൽ നിന്നും അകലാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനും നമ്മിലൂടെ അത് അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെയുള്ള അപാരമായ തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലും മക്കളിലും ഇണകളിലും സമ്പത്തിലും ഒക്കെ ബറക്കത്തിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ മുസീബത്തുകളും ബലാകളും ഒക്കെ നമുക്ക് നീക്കി തരുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്ന ആളുകളുടെ കടങ്ങൾ റഹ്മാനായ റബ്ബ് മാറ്റി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒത്തൊരുമിക്കാനുള്ള അപാരമായ തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ. മരണം വരെയും ഹിദായത്തിൽ നമ്മളെല്ലാവരും റഹ്മാനായ റബ്ബ് അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. ഹാദാ ഹുവ ഇൻദി വല്ലാഹു അഅലം ബിസ്സവാബ് വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.